നമുക്ക് കർത്താവിലേക്ക് നോക്കി ഒരു വാക്കുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ സ്വർഗ്ഗസ്വപിതാവേ, യേശുവേ, അവിടുത്തെ തിരുവചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതേ കർത്താവേ, അവിടുന്ന് തന്നെ ഈ ഭൂമിയിൽ കർത്താവേ ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച് മാതൃകയായിട്ട് ഞങ്ങളുടെ ഇടയിൽ പാർത്ത ആ നല്ല കർത്താവ്, കൃപയും സത്യവും നിറഞ്ഞവനായ ആ ദൈവം കർത്താവേ, വചനം ജഡമായി തീർന്നു, വചനം ഒരു മനുഷ്യരൂപത്തിൽ കർത്താവേ ഞങ്ങൾക്ക് കർത്താവേ ദൈവത്തിന് സംസാരിക്കാനുള്ളതെല്ലാം യേശുവിലൂടെ വചനമായിട്ട് അവിടുന്ന് കർത്താവെ ജീവിച്ച് കാണിച്ചു തന്നതോർത്ത് ഞങ്ങളങ്ങി സ്തുതിക്കുന്നു. ആ വചനത്തിന് മുമ്പാകെ ഞങ്ങളായിരിക്കുമ്പോൾ അതേ കർത്താവെ, ഞങ്ങൾ എത്ര അയോഗ്യരാണ്, എത്ര അശുദ്ധ പാപികളാണ് എന്ന കർത്താവെ, അവിടുത്തെ രക്തത്താലെ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകിയിരിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. അവിടുത്തെ സ്നേഹത്താലെ ഞങ്ങളെ നിറച്ചുവല്ലോ, നീതിയെങ്കിൽ ഞങ്ങളെ അണിയിപ്പിച്ചുവല്ലോ. അവിടുത്തെ സ്നേഹം, അവിടുത്തെ ആത്മാവിൻ്റെ ശക്തിയും ബലവും ഒക്കെ കർത്താവ് ഞങ്ങളിലേക്ക് അധികമായിട്ട് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ വചനത്തിൻ്റെ ആത്മാവും ജീവനും കർത്താവെ ഞങ്ങളിലേക്ക് പകർന്നാട്ടെ, ഞങ്ങൾക്ക് അധികമായിട്ടുള്ള ജീവനുള്ളവരായി തീരുവാൻ. ആ വചനം കേൾക്കുന്നത് കർത്താവെ, അവിടുത്തെ ശബ്ദം കേൾപ്പാൻ അത് കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിൽ കർത്താവെ ഒരു അഗ്നിയായിട്ട് അങ്ങയോടുള്ള സ്നേഹത്താൽ ഇരിയപ്പെടുവാൻ, കർത്താവെ അങ്ങയോട് സ്നേഹത്തിൽ ഇരിയുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ ഞങ്ങളെ കൂടുതൽ ഒരുക്കമുള്ളവരായിട്ട് കർത്താവെ ആയി തീരുവാൻ കർത്താവെ ഈ വചനം ഞങ്ങൾക്ക് കാലിനൊരു പ്രകാശമായിട്ട് പാതകദീപമായിട്ട് കർത്താവെ അവിടുന്ന് തെളിയിച്ചു തന്നാട്ടെ. കർത്താവെ ഞങ്ങളുടെ അന്തരംഗങ്ങളെ കർത്താവെ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അങ്ങ് തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ യേശു കർത്താവിൻ്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. നമ്മൾ വെളിപാട് പുസ്തകം മാസങ്ങളായിട്ട് വെളിപാട് പുസ്തകം വാക്യപ്രതിവാക്യമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മളിപ്പം വെളിപാട് പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം വരെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച് നിർത്തി. നമുക്കറിയാം, യോഹന്നാൻ അപ്പോസ്തലന് പത്മോസ് ദ്വീപിൽ ദൈവം കൊടുത്ത ആ ഒരു വെളിപാട് 1-ാം അധ്യായത്തിൽ യേശുവിനെ ദർശനം കാണുന്നതും, 2-3 അധ്യായങ്ങളിലെ സഭകൾക്കുള്ള ദൂത്, പിന്നെ 4-5 അധ്യായങ്ങളിൽ പിതാവിനെയും പുത്രനെയും ആരാധിക്കുന്ന രംഗം, 6-ാമത്തെ അധ്യായത്തിൽ ആ പുസ്തക ചുരുളിൻ്റെ മുദ്രകൾ ഓരോന്നായിട്ട് പൊട്ടിക്കുമ്പോൾ അവസാന കാലത്തെ സംഭവങ്ങൾ നടക്കുന്നതും, 7-ാമത്തെ അധ്യായത്തിൽ ഭക്തരായ യഹൂദന്മാർ 144,000 പേരെ മുദ്രയിടുന്നതും, പിന്നീട് സഭ ചേർക്കപ്പെടുന്നതും, സഭ എടുക്കപ്പെട്ട് എണ്ണിയാൽ ഒടുങ്ങാത്ത ആ പുരുഷാരം കർത്താവിനെ വരവേൽക്കുന്ന ആ ഒരു രംഗമൊക്കെ, സ്തുതിക്കുന്ന രംഗമൊക്കെ നമ്മൾ 7-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ 7-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോഴാണ്, സഭ എടുക്കപ്പെട്ടതിന് ശേഷമാണ് 7-ാമത്തെ മുദ്ര പൊട്ടിക്കുന്നതും. അവിടെയാണ് ദൈവത്തിൻ്റെ ന്യായവിധി ഭൂമിയിലേക്ക് പകർന്നൊഴിക്കപ്പെടുന്നത്. അവിടെ 7-ാമത്തെ മുദ്രയിൽ 7 കാഹളങ്ങളുള്ളതായിട്ടും, ഓരോ കാഹളങ്ങൾ ആദ്യത്തെ 4 കാഹളങ്ങളെക്കുറിച്ച് 8-ാം അധ്യായത്തിലും 5-6 കാഹളങ്ങളെക്കുറിച്ച് 9-ാം അധ്യായത്തിലും കണ്ടു. 10-ാം അധ്യായത്തിൽ ദൂതൻ എല്ലാം നിവൃത്തിയാകും എന്നുള്ളൊരു കാര്യം ആണയിടുന്നതും, പുസ്തക ചുരുള് യോഹന്നാൻ ഭക്ഷിക്കാൻ കൊടുക്കുന്നതും, യോഹന്നാൻ വീണ്ടും തുടർന്ന് പ്രവചിക്കുന്നതൊക്കെ 10-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. 11-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ വരവിന് തൊട്ട് മുമ്പുള്ള അവസാനത്തെ 3.5 വർഷക്കാലം മഹോപദ്രവത്തിലൂടെ സഭ കടന്നു പോകുന്ന സമയത്ത് കർത്താവ് ധീരരായിട്ടുള്ള 2 സാക്ഷികളെ എഴുന്നേൽപ്പിക്കുന്നത്, മോശയുടെയും ഏലിയാവിൻ്റെയും പോലുള്ള ശുശ്രൂഷയുള്ള 2 സാക്ഷികളെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്ന രംഗമൊക്കെ നമ്മൾ 11-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 13 വാക്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നു. പിന്നെ 7-ാമത്തെ കാഹളത്തിൽ അവിടെ കർത്താവിൻ്റെ രാജ്യത്വം, കർത്താവ് 1000 വർഷക്കാലമുള്ള കർത്താവിൻ്റെ ഭരണം ഈ ഭൂമിയിൽ തുടങ്ങുന്നതായിട്ടും, അവിടെയാണ് അതിൻ്റെ ആരംഭത്തിലാണ് നമുക്കുള്ള വിശ്വാസികൾക്കുള്ള പ്രതിഫലത്തെക്കുറിച്ചൊക്കെ നമ്മൾ വെളിപാട് 11-ന്റെ 18-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത്. 12-ാം അധ്യായത്തിൽ ഇസ്രയേലിനെ ഒരു സ്ത്രീയോട് ഉപമിച്ച് ഇസ്രയേലിലെ സന്തതിയായിട്ടുള്ള യേശുവിനെ സാത്താൻ ഒടുക്കി കളയാനായിട്ട് നെട്ടോട്ടം ഓടുന്ന കാര്യങ്ങളും വൃഥാവാകുന്ന കാര്യങ്ങളുമൊക്കെ നമ്മൾ കാണുന്നു. സാത്താൻ അതീവ ക്രോധത്തോടെ അവസാനം 3.5 വർഷക്കാലം ഭൂമിയിലേക്ക് തള്ളപ്പെടുന്നതും, ആ അതീവ ക്രോധത്തോടെ സാത്താൻ മിഖായേലിൻ്റെ നേതൃത്വത്തിലുള്ള യുദ്ധത്തിൽ അവൻ ഭൂമിയിലേക്ക്, 2-ാം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തള്ളപ്പെടുന്നതും, പിന്നീട് അവൻ അതീവ ക്രോധത്തോടെ ഇസ്രായേലിനെതിരെയും ദൈവമക്കൾക്കെതിരെയും തിരിയുന്ന രംഗമൊക്കെ നമ്മളവിടെ കാണുന്നു. 13-ാം അധ്യായത്തിൽ 2 മൃഗങ്ങളെയൊക്കെ നമ്മൾ കാണുന്നു. ബീസ്റ്റ് നമ്പർ 1, ബീസ്റ്റ് നമ്പർ 2, ഇതർ ക്രിസ്തു, കള്ളപ്രവാചകൻ, അവരുടെ ഗുണവിശേഷങ്ങളും അല്ലെങ്കിൽ ദുർഗുണവിശേഷങ്ങളും ഒക്കെ നമ്മൾ അതിനകത്ത് കാണുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 14-ാം അധ്യായത്തിൽ 144,000 പേര്, അത് 7-ാം അധ്യായത്തിൽ 144,000 പേരല്ല, മറിച്ച് 14-ാം അധ്യായത്തിൽ അവിടെ ജയാളികളായിട്ടുള്ള കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും കുഞ്ഞാടിനെ അനുഗമിച്ച ആ 144,000 പേര്. കഴിഞ്ഞ 1-2 ആഴ്ച മുമ്പ്, കഴിഞ്ഞ ആഴ്ച ഞാൻ സന്തോഷ് പുന്നം ബ്രദറിൻ്റെ, സാങ്ക് ബ്രദറിൻ്റെ 2-ാമത്തെ മോനായിട്ടുള്ള സന്തോഷ് പുന്നം ബ്രദറിൻ്റെ ഒരു മെസ്സേജ് കേൾക്കുമായിരുന്നു. ബ്രദർ അവിടെ RLCF അവിടെ കൊളറാഡോയിൽ സംസാരിച്ചൊരു മെസ്സേജ് ആണെന്ന് എനിക്കിപ്പം ഓർമ്മ വരുന്നില്ല. അപ്പോൾ അതിനകത്ത്
ബ്രദർ ഈ 144,000 പേരിൽ അത് ബ്രദർ മെസ്സേജ് പറഞ്ഞു തുടങ്ങുന്നത് തന്നെ യുനോ ആ 144,000 എനിക്കിപ്പോൾ ഉള്ള ആരോഗ്യകരമായ ഭയം എന്താണെന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഈ 144,000 പേരിൽ ഞാൻ ഇല്ലാതെ പോകുമോ എന്നൊരു ആരോഗ്യകരമായ ഭയം, എന്നെ നിരാശപ്പെടുന്ന ഭയം എന്നല്ല ബ്രദർ പറയുന്നത്, ആരോഗ്യകരമായ ഭയം. ആ ഒരു ഭയമാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. പൗലോസും താൻ ഡിസ്ക്വാളിഫൈഡ് ആയി പോകുമോ എന്ന് 1 കൊരിന്ത്യർ 9:27 എല്ലാം പ്രസംഗിച്ച ശേഷം ഞാൻ ആഘാതനായി പോകുമോ എന്ന് പൗലോസിനൊരു ആരോഗ്യകരമായ ഭയം, അതാണ് ദൈവഭയം. ആ ഒരു ഭയമില്ലാതെ ഞാനങ്ങ് എല്ലാത്തിലും ഉണ്ട് എന്ന് ചിന്തിക്കുവാണെങ്കിൽ നിൽക്കുന്നുവെന്ന് തോന്നുമെന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ എന്നാണ് 1 കൊരിന്ത്യർ 10:12 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നതെന്ന്. ആ ഒരു ആരോഗ്യകരമായ ഭയം, ആ ഒരു മെസ്സേജ് ഏത് മെസ്സേജാണെന്ന് ഞാൻ വേണമെങ്കിൽ നോക്കിയിട്ട് പിന്നീട് നമ്മുടെ ചർച്ചിൻ്റെ ഗ്രൂപ്പിലോട്ടൊക്കെ അത് വേണമെങ്കിൽ ഫോർവേഡ് ചെയ്യുന്ന മെസ്സേജസ് എല്ലാം ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള മെസ്സേജസാണ്. അപ്പോൾ ഈ ഒരു അപ്പോൾ ആ മെസ്സേജ് തുടങ്ങുന്നത് തന്നെയും ആ ഒരു എനിക്ക് തോന്നുന്നു നോട്ട് ദാറ്റ് ഐ ലവ്ഡ് ഹിം ബട്ട് ഹീ ലവ്ഡ് മീ. കർത്താവ് ആ മെസ്സേജാണ് എൻ്റെ ഓർമ്മ. ഞാൻ കർത്താവിനെ സ്നേഹിച്ചു എന്നുള്ളതല്ല, കർത്താവ് എന്നെ സ്നേഹിച്ചു. അതിനുശേഷം പിന്നെ ഉത്തമഗീതത്തിലെ കർത്താവിനോടുള്ള ആ ഒരു സ്നേഹബന്ധത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും ആദ്യ സ്നേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും എഫേസ്യ സഭ ആദ്യ സ്നേഹത്തിൽ നിന്ന് വിട്ടുപോയ കാര്യങ്ങളും അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ബ്രദർ ആ മെസ്സേജിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു 144 പേര് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങോട്ടങ്ങ് പോയതാണ്. അപ്പോൾ ആ ഒരു കർത്താവേ നമ്മളെ ഇത്രയും മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നു, ഇത്രയും വചനം കേൾക്കുന്നു, നമ്മളെ കർത്താവിനായിട്ട് നമ്മൾ പല കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. എന്നാൽ കർത്താവേ അന്ന് ഞാൻ ആ 144,000 പേരുടെ കൂട്ടത്തിൽ ഞാൻ ഇല്ലാതായി പോകാൻ തക്കവണ്ണം കർത്താവേ ഞാൻ തണുത്തു പോകാൻ സാധ്യതയുണ്ടോ എന്നൊരു ആരോഗ്യകരമായ ഭയം ദൈവമുമ്പാകെ ആ ഒരു മുന്നറിയിപ്പോടുകൂടി താഴ്മയോടെ നുറുക്കത്തോടെ ആയിരിക്കുന്ന ആ ഒരു കാര്യം അത് നമ്മളിൽ നടക്കുന്നില്ലെങ്കിൽ നമ്മളിതൊക്കെ എന്തോ ചടങ്ങ് മാതിരി കുറേ മീറ്റിങ്, കുറേ യാത്ര, കുറേ പാട്ട്, കുറേ അതൊരു എന്താ തമിഴിൽ പറയും ചടങ്ങാചാരം എന്ന് വെച്ചാൽ ചടങ്ങ് മാതിരി, ചടങ്ങാചാരമാ ചെയ്യറാങ്ക് എന്ന് വെച്ചാൽ ഒരു ചടങ്ങ് മാതിരി റിച്വലിസ്റ്റിക് ആയിട്ടായി പോകും. എന്നാൽ അത് അങ്ങനെ ആകാനുള്ള വലിയ സാധ്യതയുള്ളൊരു ജഡത്തിലാണ് നമ്മളുള്ളത്. എഫേസ്യ സഭ, പൗലോസ് എഫേസ്യ സഭയോട് എഫേസ്യ ലേഖനം എഴുതുമ്പോൾ എത്ര ആത്മീയരായ സഹോദരങ്ങൾ അവരെക്കുറിച്ചൊരു കറക്ഷൻ പോലും പറയാനില്ലായിരുന്നു. എഫേസ്യ ലേഖനത്തിൽ നമ്മൾ നോക്കുമ്പം ഈവൻ ഫിലിപ്പ് ലേഖനത്തിൽ പോലും ഫിലിപ്പിൽ പൗലോസിനെ പലതവണ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്ത സഭയായിരുന്നെങ്കിൽ പോലും പൗലോസിന് ചില കറക്ഷൻസൊക്കെ ഫിലിപ്പിയ സഭയോട് പോലും പറയേണ്ട ഉണ്ടായിരുന്നു. ഈവൻ കൊരിന്ത സഭയുടെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ല, അതിനകത്ത് കറക്ഷനേ ഉള്ളൂ എന്ന് പറയാം. അതുപോലെ കറക്ഷൻസ് ആയിരുന്നു. എന്നാൽ എഫേസ്യ സഭയോട് ഒരു കറക്ഷനും പറയേണ്ടി വന്നില്ല. വളരെ ആഴത്തിലുള്ള സഭയുടെ മർമ്മത്തെക്കുറിച്ചൊക്കെ എഫേസ്യ സഭയോട് പറയാൻ പറ്റി പൗലോസിന്. പൗലോസ് അതുപോലെ വർഷങ്ങൾ അവിടെ അവിടെ താമസിച്ച് ശുശ്രൂഷിച്ചൊരു സഭയായിരുന്നു. ഇന്ന് വർഷങ്ങൾക്ക് ശേഷം AD 95 ആകുമ്പോഴത്തേക്കും മേ ബി AD 60-കളിലൊക്കെ ആയിരിക്കാം എഫേസ്യ ലേഖനം എഴുതുന്നത്. ഞാൻ എഫേസ്യ ലേഖനത്തിൽ എഴുതുന്ന വർഷം നമ്മുടെ ബൈബിളിൻ്റെ തന്നെ എൻ്റെ കോണ്ടെക്സ്റ്റിൽ വായിച്ചാൽ എഫേസ്യ ലേഖനം എഴുതുന്നത് AD 60-62 കാലയളവിലാണ് എഴുതിയിരിക്കുന്നത്. ഒരു AD 61 കൂട്ടാം. പിന്നെ ഒരു 30-35 വർഷത്തിന് ശേഷമാണ് AD 95-ലാണ് 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാന പാദത്തിലാണ് യോഹന്നാൻ അപ്പോസ്തലൻ വെളിപാട് പുസ്തകം എഴുതുന്നത്. അപ്പോൾ AD 61 ആ ഒരു എഫേസ്യ സഭയുടെ സ്റ്റാൻഡേർഡും എന്നാൽ AD 95 ആയപ്പോഴത്തേക്കും ഉണ്ടായിരുന്ന ആ ഒരു പതനവുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എല്ലാ ചടങ്ങ് കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം മീറ്റിങ്സും കാര്യങ്ങളും എല്ലാം കോൺഫറൻസോ കൺവെൻഷനോ മീറ്റിങ്ങോ അതുപോലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം കൂട്ടങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ആദ്യ സ്നേഹം അങ്ങ് വിട്ടുപോയി. നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഞാൻ ആ വിളക്ക് തണ്ട്, ആ നിലവിളക്ക് നിങ്ങളുടെ മധ്യത്തിൽ നിന്ന് എടുത്തു മാറ്റേണ്ടി വരും എന്നുള്ളൊരു കാര്യമൊക്കെ കർത്താവിന് വരുന്നതായിട്ടുള്ളൊരു കാര്യം നമ്മൾ വെളിപാട് 2-ാം അധ്യായത്തിന് ആദ്യത്തെ 8 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. അപ്പം നമ്മളും എത്രയധികം ഒരു ആരോഗ്യകരമായ ഭയത്തോടെ കർത്താവെ അവിടുത്തെ ആദ്യ സ്നേഹം കുറഞ്ഞു പോകാൻ തക്കവണ്ണം എൻ്റെ ജീവിതത്തിലൊന്നും അങ്ങയുടെ സ്ഥാനം എടുക്കാൻ ഇടയാകരുതേ. അന്ന് നമ്മളിതെല്ലാം ചെയ്തിട്ട് അവസാനം കർത്താവിൻ്റെ 2-ാമത്തെ വരവെങ്കിലും കർത്താവിൻ്റെ മുമ്പാകെ നിൽക്കുമ്പോൾ അന്ന് ആ ഒരു കർത്താവിൻ്റെ മണവാട്ടി സഭയായിട്ട് കർത്താവിൻ്റെ മണവാട്ടിയായിട്ട് ആയിത്തീരാതെ കല്യാണത്തിന് വിളിക്കപ്പെട്ടവരായിട്ട് ആയിത്തീരുന്ന ഒരു കാര്യമാണെങ്കിൽ എത്ര അത് ഖേദകരമായിരിക്കും കർത്താവെ. അത് നമ്മളെന്തോ അതിനായിട്ട് എന്തോ വലിയ മലമറിക്കണമെന്നൊന്നുമില്ല. നമുക്ക് ദൈവം തന്നിട്ടുള്ള വെളിച്ചത്തോട് പൂർണ്ണമായിട്ടും വിധേയപ്പെട്ട്
കർത്താവിൻ്റെ ഹിതത്തിനായിട്ട് എപ്പോഴും എല്ലായ്പ്പോഴും ഒരു വട്ടപ്പൂജ്യമായിട്ട് സീറോവായിട്ട് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ടേയിരുന്നാൽ മതി. കർത്താവിനെ നമ്മളെ വഴി നടത്തിക്കോളും. അപ്പം ആ ഒരു കാര്യം അപ്പം ഞാൻ 144 പേര് പറഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് ഒന്ന് പോയത്. പിന്നെ 14 അധ്യായത്തിൻ്റെ പിന്നെ തുടർന്ന് നമ്മൾ 3 ദൂതന്മാരുടെ അനൗൺസ്മെൻ്റൊക്കെ റെയിൽവേ സ്റ്റേഷൻ അനൗൺസ്മെൻ്റ് എന്നൊക്കെ പറയുന്നത് പോലെ 3 അനൗൺസ്മെൻ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. പിന്നെ അതിനൊക്കെ ശേഷം അനൗൺസ്മെൻറ്റും മുന്നറിയിപ്പിനും ഒക്കെ ശേഷം ഉള്ള ദൈവത്തിൻ്റെ ആ ഒരു ഹാർവസ്റ്റ്, ഭൂമിയിലെ കൊയ്ത്ത്, അതാ നമ്മൾ 14 അധ്യായത്തിന് 14-ാമത്തെ വാക്യം മുതൽ അത് അരിവാളാകുന്ന വചനം വെച്ച് കർത്താവ് അവിശ്വാസികളെ കൊയ്തെടുക്കുന്ന ഒരു കാര്യം നമ്മളിവിടെ കാണുന്നുണ്ട്. അവിടെ രക്തപ്പുഴ അർമഗദോൻ യുദ്ധത്തിൻ്റെ കാര്യവും, അർമഗദോൻ യുദ്ധം എന്ന് പറഞ്ഞാൽ എതിർ ക്രിസ്തുവിൻ്റെ നേതൃത്വത്തിലുള്ള ലോക സൈന്യങ്ങൾ യേശുവിനെതിരായിട്ട്, കർത്താവിനെതിരായിട്ട് തിരിഞ്ഞ് കർത്താവിനെതിരായിട്ട് യുദ്ധം ചെയ്യുന്ന ആ ഒരു ഇസ്രായേലിനെതിരായിട്ട് അവർ തിരിയുന്നു. അപ്പോഴാണ് കർത്താവിൻ്റെ 2ാമത്തെ വരവ്. കർത്താവ് ഒലിവുമല മേലെ കാൽ വെച്ച് കർത്താവ് ആ ഒലിവുമല 2ആയിട്ട് പിളർക്കുന്നതും കർത്താവിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനമാകുന്ന വാളുകൊണ്ട് ഈ എതിർ ക്രിസ്തുവിനെയും അവൻ്റെ സൈന്യങ്ങളെയൊക്കെ നാമാവശേഷമാക്കുന്നതും, അങ്ങനെ അവിടെ ഒരു വലിയ രക്തപ്പുഴ ഒഴുകുന്നൊരു കാര്യമൊക്കെയാണ് നമ്മൾ 14 അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ച്. അത് 200 നാഴിക ദൂരത്തോളം ഒഴുകുന്ന രക്തപ്പുഴ. അപ്പോൾ ആ ഒരു കാര്യം നമ്മളവിടെ കാണുന്നുണ്ട്. ദൈവം സ്നേഹമാണ്, എന്ന ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ആ ദൈവത്തിന് മുമ്പാകെ നിൽപ്പാൻ നമുക്ക് എന്ത് യോഗ്യത? കർത്താവിൻ്റെ നീതി വസ്ത്രത്താൽ കർത്താവ് നമ്മളെ യോഗ്യരാക്കി തീർത്തു, കർത്താവിൻ്റെ രക്തത്താൽ. പിന്നെ 15-ാം അധ്യായത്തിൽ നമ്മൾ അവിടെ നമ്മൾ 15-ാം അധ്യായത്തിന് 1-2 വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത്. 1-2 വാക്യങ്ങൾ അത് ഇംഗ്ലീഷിൽ ആൻഡ് ഐ സോ എന്നും പറഞ്ഞുകൊണ്ടാണ് 2ാമത്തെ വാക്യം തുടങ്ങുന്നത്. മലയാളത്തിൽ പലപ്പോഴും ഈ ആൻഡ് എന്നുള്ള വാക്യം അത് തന്നെയുമല്ല എന്ന് വേണമെങ്കിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്നൊരു പദം. അപ്പം അത് മലയാളത്തിൽ പലപ്പോഴും അത് പരിഭാഷകരത് മേ ബി അവർക്കത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നാത്തതുകൊണ്ടായിരിക്കും അൺഫോർച്ചുനേറ്റ്ലി, ദൗർഭാഗ്യവശാൽ അത് വിട്ടുപോയിട്ടുണ്ട്. എന്നാൽ ആൻഡ് എന്നുള്ള പദം അത് ദൈവവചനത്തിൽ ഉപയോഗിക്കുമ്പോൾ ദൈവവചനത്തിലെ ഓരോ പദവും, ഗ്രീക്കിലെ ഓരോ പദവും, ഓഫ് കോഴ്സ് ഇംഗ്ലീഷിലും മലയാളത്തിലും ഏത് പരിഭാഷയിലും അതിൻ്റെതായ ചില ന്യൂനതകളുണ്ട്. എന്നാൽ അത് ഒറിജിനലായിട്ട് എഴുതപ്പെട്ട ഗ്രീക്കിലായാലും എബ്രായ ഭാഷയിലായാലും അതിൽ ഓരോ പദവും ദൈവനിശ്വാസ്യമാണ്. അപ്പം അതുകൊണ്ട് ഒരു പദം പോലെയോ അല്ലെങ്കിൽ ഒരു വള്ളിയോ പുള്ളിയോ മാറത്തില്ലെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ആകാശം ഭൂമിയും മാറിയാലും. ഞാൻ എന്താ പറഞ്ഞു വരുന്നത് വെച്ചാൽ 1-ാമത്തെ 2-ാമത്തെ വചനം തമ്മിലുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 1-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നത് അവിടെ ദൈവക്രോധം തീർന്നു. ഞാൻ വലുതും അത്ഭുതവുമായ മറ്റൊരു അടയാളം സ്വർഗത്തിൽ കണ്ടു. ഒടുക്കത്തെ 7 ബാധയുള്ള 7 ദൂതന്മാരെ തന്നെ. അപ്പോൾ ആ 7 ബാധകളെല്ലാം പകർന്നൊഴിച്ചു. അതോടെ ദൈവക്രോധം തീർന്നു. അപ്പോൾ ദൈവക്രോധം യഥാർത്ഥത്തിൽ ക്രൂസിൽ തീർന്നതാണ്. ആ തീർന്നു എന്നുള്ള ആ വാക്ക്, ടിലയോ എന്നുള്ള ഒരു വാക്ക്, അതേ വാക്ക് തന്നെയാണ് യോഹന്നാൻ 19-ന്റെ 30-ാമത്തെ വാക്യത്തിലും യേശു കർത്താവ് ക്രൂസിൽ കിടന്നുകൊണ്ട് കർത്താവ് ഇറ്റ് ഇസ് ഫിനിഷ്ഡ് എന്ന് പറയുമ്പോഴും ആ ടിലയോ എന്നുള്ള അതേ ഗ്രീക്ക് പദം തന്നെയാണ് അവിടെ യോഹന്നാൻ 19-30 യൂസ് ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പം അവിടെ ദൈവക്രോധം ക്രൂസിൽ തീർന്നതാ. എന്നാൽ ആ ക്രൂസിൽ തീർന്ന ദൈവക്രോധം തങ്ങൾക്കായിട്ട്, തങ്ങളുടെ പാപത്തിൻ്റെ ശിക്ഷയായിട്ട് കർത്താവ് ആ ക്രോധാഗ്നി, നരകാഗ്നി, നിത്യ നരകാഗ്നി സഹിച്ചു എന്ന് നമ്മൾ അംഗീകരിക്കാത്തവർ, അതായത് വീണ്ടും ജനിക്കാത്തവർ, അവർ ആ ദൈവക്രോധം അനുഭവിക്കേണ്ടി വരും. നിത്യതയോളം അവരനുഭവിക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യം നമ്മൾ കാണുന്നത്. അപ്പം ദൈവക്രോധം തീർന്നത് കൊണ്ട് എന്തു പറ്റി? നമുക്ക് സ്വസ്ഥതയോടെ പളങ്ക് കടലിൻ്റെ മീതെ നിൽക്കാം എന്നുള്ളതാണ് 1ഉം 2ഉം വാക്യം തമ്മിലുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ. ദൈവക്രോധം തീർന്നു. ആൻഡ് ഐ സോ സംതിങ് ലൈക്ക് എ സീ ഓഫ് ഗ്ലാസ് മിക്സ്ഡ് വിത്ത് ഫയർ എന്നുള്ളൊരു കാര്യം നമ്മൾ കാണുന്നത്. അപ്പം ദൈവക്രോധം ഇപ്പം ഇന്ന് തന്നെ ദൈവക്രോധം ക്രൂസിൽ തീർന്നു എന്ന് കാണുമ്പോൾ, ക്രൂസിൽ ദൈവത്തിൻ്റെ ക്രോധം, പാപത്തിന് മേലെയുള്ള ക്രോധം തീർന്നു എന്ന് നമ്മൾ കാണുമ്പോൾ കർത്താവ് എനിക്കായിട്ട് ആ ക്രോധാഗ്നി കർത്താവ് ഏറ്റെടുത്തു. കർത്താവിനെ പറയുന്ന കാര്യം നമ്മൾ വായിച്ചിട്ടുണ്ട്. ലൂക്കോസ് 12-ന്റെ വാക്യം, എനിക്കൊരു സ്നാനം ഏൽക്കാനുണ്ട്. കർത്താവ് അവിടെ യോർദാൻ നദിയിലെ സ്നാനമൊക്കെ ഏറ്റതിന് എത്രയോ നാളുകൾക്ക് ശേഷമാണ് ഇവിടെ ലൂക്കോസ് 3-ാം അധ്യായത്തിൽ യോർദാൻ നദിയിലെ കർത്താവിൻ്റെ യോഹന്നാൻ സ്നാപകൻ കൊടുക്കുന്ന സ്നാനം. എന്നാൽ ആ ജലസ്നാനമൊക്കെ കഴിഞ്ഞിട്ട് കർത്താവ് കർത്താവ് ഓൾറെഡി ആത്മാവിനാൽ അഭിഷിക്തനായിരുന്നു എന്നുള്ളൊരു കാര്യവും നമുക്കറിയാം. എന്നാൽ കർത്താവ് ലൂക്കോസ് 12 പറയുന്നൊരു സ്നാനമുണ്ട്. അവിടെ എന്താ? ലൂക്കോസ് 12-ന്റെ നമ്മൾ ഒരുപാട് മാസങ്ങൾക്ക് മുമ്പ് ആ വചനം നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. 49-50 വാക്യം, ലൂക്കോസ് 12-ന്റെ 49-50, ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു, അത് ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്നല്ലാതെ ഞാൻ മറ്റെന്ത് ഇച്ഛിക്കേണ്ടു. എങ്കിലും
എനിക്കൊരു സ്നാനം ഏൽക്കുവാനുണ്ട്, അത് കഴിയുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. അപ്പം ഭൂമിയിൽ തീ ഇടാനായിട്ട് കർത്താവ് വന്നിരിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ തീ പെന്തക്കോസ്ത് നല്ല കർത്താവിന് തീ ഇടാൻ സാധിച്ച്. എന്നാൽ ഇപ്പോഴേ അത് കത്തിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കർത്താവിൻ്റെ ആ ഒരു വലിയ ആഗ്രഹം നമ്മളവിടെ കാണുന്നു. എങ്കിലും എനിക്കൊരു തീയിലുള്ളൊരു സ്നാനമുണ്ട്. ആ ഒരു സഫറിങ്സിൻ്റെ ഒരു ബാപ്റ്റിസം എന്ന് പറഞ്ഞാൽ ക്രൂശിൽ ദൈവക്രോധാഗ്നിയിലുള്ള ഒരു അവിടെ ദൈവക്രോധത്തിൻ്റെ അഗ്നിയിൽ അങ്ങ് മുഴുകി പോകേണ്ട, ഭൂമിയിൽ പരിശുദ്ധാത്മാവിന് തീയിടണം, എന്നാൽ ദൈവക്രോധത്തിൻ്റെ അഗ്നിയിൽ ഞാനൊരു സ്നാനം ഏൽക്കേണ്ടതായിട്ടുണ്ട്. എന്നാലേ എനിക്ക് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത് ഈ ദൈവത്തിൻ്റെ തീ ഈ ഭൂമിയിലേക്ക് ഇടാൻ പറ്റുള്ളൂ. എനിക്കൊരു സ്നാനം ഏൽക്കുവാനുണ്ട്, അത് കഴിയുമ്പോൾ ഞാൻ എത്ര ഞെരുങ്ങുന്നു എന്നുള്ളൊരു കാര്യം നമ്മളവിടെ കാണുന്നു. അപ്പോൾ കർത്താവ് ആ ദൈവക്രോധത്തിൻ്റെ സ്നാനം അത് ക്രൂശിൽ കർത്താവ് എടുത്തു. ഞാൻ കർത്താവിൻ്റെ ഇരുവശത്തും ഇരിക്കണമെന്ന് യാക്കോബിൻ്റെ യോഹന്നാൻ്റെ അമ്മ വന്ന് പറയുമ്പോഴും ആ പാനപാത്രം കുടിക്കുവാൻ നിങ്ങൾക്ക് പറ്റുമോ എന്നുള്ളൊരു കാര്യം കർത്താവ് അവിടെ ആ ഒരു കപ്പ് ഓഫ് സഫറിങ്സ്, ആ ഒരു ദൈവക്രോധത്തിൻ്റെ പാനപാത്രം, കപ്പ് ഓഫ് ദ റാത്ത് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ ആ ഒരു പാനപാത്രം, ആ ഒരു ബ്രേക്ക് ഓഫ് ആ ക്രോധം എന്ന് പറയുമ്പോൾ അവിടെ അതൊരു ബ്രേക്ക് ഓഫ് ഫെലോഷിപ്പ് വിത്ത് ഗോഡ് എന്നൊക്കെ നമ്മൾ സൈക്ബേർ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ദൈവക്രോധം എന്ന് പറഞ്ഞാൽ ദൈവമായിട്ടുള്ള ബന്ധം, യേശു അവിടെ പിതാവ് പുത്രനുള്ള ബന്ധം കട്ടായിട്ട് കർത്താവ് ഒരു ക്രിമിനൽ എന്ന വണ്ണം ഒരു പാപമായി തീർന്ന് കർത്താവ് ക്രൂശിൽ നമുക്കായിട്ട് മരിച്ചവനാണ്, ഉയർത്തെഴുന്നേറ്റവനാണ്. അപ്പോൾ ആ ദൈവക്രോധം തീർന്നത് കൊണ്ട് നമുക്ക് ആ ദൈവക്രോധം തീർന്നു, അത് ക്രൂശിൽ തന്നെ അത് തീർന്നു എന്നുള്ളൊരു കാര്യം തിരിച്ചറിയുന്നവർക്കാണ് ഈ തീ കലർന്ന പളങ്ക് കടൽ പോലെ. അത് പളങ്ക് കടലാണ്, എന്നാൽ അത് തീ കലർന്ന പളങ്ക് കടലാണ്. പളങ്ക് കടൽ എന്ന് പറയുമ്പോൾ ഗ്ലാസ് ഓഫ് സീ, പളങ്ക് കടൽ, ഗ്ലാസ് ഓഫ് സീ. നമ്മളത് വെളിപാട് 4:6 ഇപ്പം വെളിപാട് 15:2 ആ ഗ്ലാസ് ഓഫ് സീ എന്ന് പറയുമ്പോൾ സിംഹാസനം മുമ്പാകെ തീ, അവിടെ ഒരു പളങ്ക് കടല എന്ന് പറഞ്ഞാൽ അതൊരു സ്വസ്ഥതയാണെന്നുള്ളൊരു കാര്യം നമ്മൾ കണ്ടു. അവിടെ ഓളങ്ങളില്ല. അത് ഏഷ്യാവ് 57:20 പോലുള്ള കടലല്ല. ഏഷ്യാവ് 57:20 കടൽ അത് ദുഷ്ടൻ്റെ മനസ്സ്, അത് ചേറും ചെളിയുമൊക്കെ അത് പൊങ്ങി വരുന്ന അലകൾ പോലെയുള്ള ഭയങ്കര തിരമാലകളുള്ള കടലാണ് ദുഷ്ടൻ്റെ മനസ്സ്. ആ ഒരു ജഡത്തിന് അധീനമായിട്ടുള്ള മനസ്സ് അങ്ങനെ ആയിരിക്കും. ജഡത്തിൻ്റെ ചിന്ത മരണമാണെന്ന് നമ്മൾ റോമർ 8:6 നമ്മൾ വായിക്കുന്ന പോലെ ആത്മാവിൻ്റെ ചിന്ത ജീവനും സമാധാനവും, ജഡത്തിൻ്റെ ചിന്ത മരണം എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പം അത് മരണം, അത് അസ്വസ്ഥതയും ആകുല ചിന്തകളും വിധിക്കുന്ന മനോഭാവവും പരാതിയും പിറുവിറുപ്പും ക്രോധവും ദേഷ്യവും അശുദ്ധിയും അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും. എന്നാൽ തീ കലർന്ന ജയാളികൾ ഇതെല്ലാം ജയിച്ചു. അവർ ഈ ജഡത്തിനെയും അവർ ഈ ലോകവ്യവസ്ഥയും പിശാചിനെയും അങ്ങനെ പാപത്തെ തന്നെ ജയിച്ചവരായിട്ട് അവർ അത് പളങ്ക് കടലിൻ്റെ മീതെ നിൽക്കുക. അവർക്കൊരു സ്വസ്ഥതയുണ്ട്. എന്നാൽ അത് തീ കലർന്ന പളങ്ക് കടൽ, ആ തീ ദൈവത്തിൻ്റെ തീക്ഷ്ണതയെ സൂചിപ്പിക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കുക. എന്ന് പറഞ്ഞാൽ പളങ്ക് കടലാണ്. കടൽ എന്ന് പറയുമ്പം അതൊരു ദൈവത്തിൻ്റെ കൃപയെ സൂചിപ്പിക്കുന്നതാണ്. തീ കലർന്ന പളങ്ക് കടൽ. അപ്പം സ്വസ്ഥതയോടെ നമ്മളായിരിക്കുന്നു എന്ന് പറയുമ്പം അപ്പം നമ്മൾ ഒന്നിനോടും പ്രതികരിക്കാതെ നമ്മളിങ്ങനെ മിണ്ടാതെ ഇങ്ങനെ ഈ ചത്തതൊക്കെ ജീവിച്ചിരിക്കലും പോലെ അങ്ങനെയല്ല. കർത്താവ് യെരുശലേം ദേവാലയത്തിൽ ദൈവത്തിൻ്റെ പേരിൽ ഓരോരുത്തരെ ഓരോ കച്ചവടമൊക്കെ ചെയ്യുന്ന കണ്ടപ്പം കർത്താവ് സ്വസ്ഥതയുടെ പളങ്ക് കടലിൽ നിന്നുകൊണ്ട് തന്നെ കർത്താവ് എന്ത് ചെയ്ത് ചാട്ടവാറെടുത്ത് അവിടെ എല്ലാം ദേവാലയം ശുദ്ധമാക്കിയത്. അപ്പം അവിടെ ഒരു തീയുണ്ട്, തീയുള്ള സ്വസ്ഥതയുടെ പളങ്ക് കടൽ. അവിടെ സ്വസ്ഥത എന്ന് പറയുമ്പോൾ അത് പരിശുദ്ധാത്മാവ് തരുന്നൊരു സ്വസ്ഥത, അല്ലാതെ നമ്മളായിട്ട് ഇങ്ങനെ എന്തോ ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ ചിലരിങ്ങനെ മെഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ഇങ്ങനെ ധ്യാനം മാതിരി എന്നൊക്കെ പറഞ്ഞ് ഒന്നും ചെയ്യാതെ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ അങ്ങനെയുള്ളൊരു കാര്യമല്ല. ഓഫ് കോഴ്സ് നമുക്ക് ദൈവമുമ്പാകെ അങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ലത് തന്നെ. ദൈവമുമ്പാകെ നമ്മൾ ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്, ഞാൻ മിണ്ടാതിരുന്ന ദൈവം എന്ന് അറിഞ്ഞുകൊള്ളുക, സങ്കീർത്തനം 46:10 എന്ന്. യഥാർത്ഥത്തിൽ മിണ്ടാതിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജഡമാണ്. നമ്മുടെ ജഡം അവിടെ മിണ്ടാതിരുന്ന് ജഡം മരണത്തിൽ ഏൽപ്പിക്കപ്പെട്ട് അവിടെ നമുക്ക് വലിയ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലുള്ള ഒരു പരിശുദ്ധാത്മാവിൻ്റെ ജീവൻ്റെ ഫലമായിട്ടുള്ള ആ ഒരു വലിയ സമാധാനം സ്വസ്ഥത നമ്മുടെ ഹൃദയത്തിലുള്ളപ്പം തന്നെ അവിടെ ഒരു തീയുണ്ടെന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളിലും തീക്ഷ്ണമായിട്ട് ചില നിലപാടുകൾ എടുക്കുകയും ചില കാര്യങ്ങൾ കർക്കശമായിട്ട് പറയുകയും. ഇപ്പം പൗലോസ് അവിടെ അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിൽ പൗലോസ് അവിടെ ഏഥൻസിലായിരുന്ന സമയത്ത് അവിടെ ആ പട്ടണത്തിലുള്ള വിഗ്രഹങ്ങളെല്ലാം കണ്ടപ്പം പൗലോസ് ഞാൻ സ്വസ്ഥതയോടെ പൗലോസിന് സ്വസ്ഥതയൊന്നും നഷ്ടപ്പെട്ടില്ല. സ്വസ്ഥത നഷ്ടപ്പെടാതെ തന്നെ നമ്മുടെ ആത്മാവിലൊരു ചില കാര്യങ്ങളെക്കുറിച്ചൊരു തീക്ഷ്ണത, അത് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ഏഥൻസ്, അഥേന
17:16 എന്ന് ഓർക്കാൻ എളുപ്പമാണ്. 17:16 അഥേനയിൽ പൗലോസ് അവർക്കായി കാത്തിരിക്കുമ്പോൾ നഗരത്തിൽ ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് മനസ്സിന് ചൂടുപിടിച്ചു എന്നുള്ള തെറ്റായ പരിഭാഷയാണ് ആത്മാവിന് ചൂടുപിടിച്ചു. ന്യൂമ എന്നുള്ള ഗ്രീക്ക് പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പരിഭാഷകർ അൺഫോർച്ചുനേറ്റ്ലി സത്യവദോസം നല്ല പരിഭാഷയാണ്. പക്ഷേ എങ്കിലും ഒരുപാട് ന്യൂനതകൾ, ഓഫ്കോഴ്സ് ഇംഗ്ലീഷിൽ പലയിടത്തും ന്യൂനതകളുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അപ്പം സ്പിരിറ്റ് വാസ് ബീങ് പ്രൊവോക്ഡ് എന്നുള്ളൊരു കാര്യം. വൈൽ Paul was waiting for them at Athens, his spirit was being provoked within him as he was observing the city full of idols. Provoked, paroxino എന്നുള്ളൊരു വാക്കാണ്. എന്നുവെച്ചാൽ ഒരു തീക്ഷ്ണതയോടെ ആ വിഗ്രഹാരാധനയും അതുപോലൊക്കെയുള്ള പല തെറ്റായ പല കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവരോടുള്ള ദേഷ്യമോ വെച്ചാൽ അവരോട് മാനസികമായിട്ടുള്ളൊരു ദേഷ്യമോ കാര്യങ്ങളൊന്നും അല്ല, മറിച്ച് പിശാച് അവരെ ഇങ്ങനെ വഞ്ചിച്ച് വെച്ചേക്കുവാണല്ലോ. ഈ അന്താചാരങ്ങളും അനാചാരങ്ങളും പല കാര്യങ്ങളുമൊക്കെ ദൈവത്തിൻ്റെ പേര് നടക്കുന്ന പല ആക്രോശങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ ആത്മാവിലൊരു തീ, അത് തീ കലർന്ന പളുങ്കുകടല. അപ്പം നമ്മൾ സ്വസ്ഥതയാണ് നമ്മളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മ തരുന്ന സ്വസ്ഥതയുണ്ട്, എന്ന് പരിശുദ്ധാത്മ തരുന്ന ഒരു തീക്ഷ്ണതയുണ്ട്. അത് തീ കലർന്ന പളുങ്കുകടൽ പോലെ ഒന്നും അത് ആ പളുങ്കുകടലിൻ്റെ മീതെ ആരാ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ മൃഗത്തോടും അതിൻ്റെ പ്രതിമയോടും പേരിൻ്റെ സംഖ്യയോടും ജയിച്ചവരാണ്. ഓർക്കം, നൈക്കി എന്നുള്ള ആ ഒരു പദമൊക്കെ നമ്മൾ കണ്ട, നിക്കാവോ, നൈക്കി എന്ന് പറഞ്ഞ ഷൂസും അതുപോലുള്ള ബ്രാൻഡൊക്കെ ഉള്ളത് നമുക്കറിയാം. ഇന്ന് നൈക്കി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വിക്ടറി. നിക്കോളസ് എന്നുള്ള വാക്കൊക്കെ അതിൽ നിന്ന് വന്നത്. നിക്കോളസ് എന്നുള്ള പേരൊക്കെ നമ്മൾ കേട്ടു, നിക്കോളസ് എന്നൊക്കെയുള്ള പേര്. അപ്പം ജയിച്ചവർ ദൈവത്തിൻ്റെ, അവർ മനുഷ്യനുണ്ടാക്കി വീണകൾ പിടിച്ചുകൊണ്ടല്ല, ദൈവത്തിൻ്റെ വീണകൾ, ദൈവത്തിൻ്റെ മ്യൂസിക്, ഹെവൻലി മ്യൂസിക്കോടുകൂടി പിടിച്ചുകൊണ്ട് പളുങ്കുകടലിൽ അരികെ എന്നുള്ളത് തെറ്റായ ട്രാൻസ്ലേഷൻ, പളുങ്കുകടലിൻ്റെ മീതെ നിൽക്കുന്നതും എപ്പി എന്നുള്ള ആ വാക്കൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആ ഒരു നമ്മളുടെ ജീവിതത്തിലും നമ്മളുടെ ജഡം, നമ്മളുടെ സ്വയജീവൻ ദൈവത്തിന് മുമ്പാകെ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് നമ്മളൊരു വട്ടപൂജ്യമായിട്ടായി തീരുമ്പം, പരിശുദ്ധാത്മ നമ്മളിൽ നിറയുമ്പം അവിടെ വലിയൊരു സ്വസ്ഥതയുണ്ട്. ആ സ്വസ്ഥതയുള്ളപ്പം സമാധാനത്തിൻ്റെ ദൈവം സാത്താനെ നമ്മളുടെ കാൽക്കീഴിൽ ചതച്ച് കളയുമെന്നൊക്കെ നമുക്കറിയാം. സമാധാനത്തിൻ്റെ ദൈവമാണ് കാൽക്കീഴിൽ. അതായത് ഈ പളുങ്കുകടലിൻ്റെ മീതെ നിൽക്കുന്നവരാണ് അവർ. ആരെ ജയിച്ചത്? ഈ എതിർക്രിസ്തുവിനെ ആത്മാവിനെ ജയിച്ചവർ. അവരുടെ കാൽക്കീഴിലാണ് സാത്താനുള്ളത്. പളുങ്കുകടലിൻ്റെ മീതെ ആ സ്വസ്ഥതയോടെ സമാധാനത്തോടെ നിൽക്കുന്നവരാണ്. സമാധാനത്തിൻ്റെ ദൈവമാണ് സാത്താനെ വേഗത്തിൽ കാൽക്കീഴിൽ ചതച്ച് കളയുന്ന റോമർ 16:20 നമ്മൾ വായിക്കുന്നത്. അപ്പം ആ സ്വസ്ഥതയോടെ നമ്മൾ നിൽക്കുമ്പോൾ അവിടെ തീക്ഷ്ണതയുണ്ട്. തീ കലർന്ന പളുങ്കുകടലാണ് അവിടെ. പല കാര്യങ്ങളൊക്കെ ദൈവവചന വിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്ക് ആത്മാവിൽ അതിൻ്റെതായ പല എരിവും തീക്ഷ്ണതയും കാർക്കശ്യവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്നാൽ വലിയ സമാധാനവും സ്വസ്ഥതയും. കർത്താവ് ചാട്ടവാറെടുത്ത് ദേവാലയം ശുദ്ധമാക്കുമ്പോഴും കർത്താവിൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിനെ ഒരു കുറവ് വന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ കൂടെ വഴിയും. മറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൂടുകയായി. കർത്താവിനെ അളവില്ലാതെ പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു എന്നാണ് യോഹന്നാൻ 3:34 നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് കർത്താവിൻ്റെ സൗമ്യതയ്ക്കോ താഴ്മയ്ക്കോ കർത്താവിൻ്റെ മനസ്സലിവിനോ ഒരു കോട്ടവും പറ്റിയില്ല. മറിച്ച് ആ ഒരു ദൈവത്തിൻ്റെ ക്രോധം, മനുഷ്യൻ്റെ ക്രോധം ദൈവനീതി നിവർത്തിക്കുന്നില്ല, യാക്കോബ് 1:20 എന്ന ദൈവത്തിൻ്റെ ക്രോധം ഉണ്ട്. ആ ഒരു നമ്മളെ ദൈവത്തിനായിട്ട് പൂർണ്ണമായിട്ടായിരിക്കുമ്പം പല കാര്യങ്ങളിലും ദൈവികമായൊരു റൈച്ചസ് ഇൻഡിഗ്നേഷൻ, ആ ഒരു ധാർമ്മിക രോഷം എന്നൊക്കെ പറയുന്നത് പലരും അത് മനുഷിക രോഷത്തെ അങ്ങ് ന്യായീകരിക്കാനായിട്ട് ധാർമ്മിക രോഷം എന്നുള്ള വാക്ക് ഉപയോഗിക്കുമെന്ന്. യഥാർത്ഥത്തിലുള്ളൊരു തീക്ഷ്ണത, കാർക്കശ്യത്തോടെ ചില കാര്യങ്ങൾ നമ്മൾ വീട്ടിലെ അപ്പനെന്ന നിലയിൽ, അമ്മയെന്ന നിലയിൽ മക്കളോടൊക്കെ ചിലപ്പോൾ നമ്മൾ കാർക്കശ്യത്തോടെ, നമ്മൾ കൂട്ടു സഹോദരങ്ങളോട് ചില കാര്യങ്ങൾ നമ്മൾ സ്ട്രോങ് ആയിട്ട് പറയേണ്ടതായിട്ടുള്ളിടത്ത് അങ്ങനെ പറയാനും, ഈവൻ നമ്മൾ പല കാര്യങ്ങളിലും ഒരു തീക്ഷ്ണതയോടുള്ള ചില നിലപാടുകൾ എടുക്കാനും, അങ്ങനെയൊക്കെയുള്ള പാപത്തിനെതിരെ പാരമ്പര്യത്തിനെതിരെയുള്ള ആ ഒരു തീക്ഷ്ണതയുടെ ആ തീ കലർന്ന പളുങ്കുകടലിൻ്റെ മീതെ ജയിച്ചവരായിട്ട് നിൽപ്പാൻ ഇവ നമ്മളെ സഹായിക്കണം. നമുക്കിപ്പം വെളിപാട് 15-ന്റെ 3-ാമത്തെ വാക്യം ഇപ്പം ജഗബേർ ഇപ്പം അന്ത്യമ്യൂസിയം പുസ്തകത്തിൽ നിന്ന് അത് 3-4 വാക്യങ്ങൾ ഒരുമിച്ചാണ്. അപ്പം 3-4 വാക്യങ്ങൾ അത് ഒരുമിച്ചത് വായിച്ചതിൻ്റെ അതിൻ്റെ എക്സ്പ്ലനേഷൻ ബേർപ്പം വായിക്കുമല്ലോ, അജിബേർപ്പം അത് ഡിസ്പ്ലേ ചെയ്യുമല്ലോ. വാക്യം 3-4. അവർ ദൈവത്തിന്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടിച്ചൊല്ലിയത്: സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതവും ആയവ. സർവ്വജാതികളുടെയും രാജാവേ, നിന്റെ വഴികൾ നീതിയും സത്യവും ഉള്ളവ. കർത്താവെ, നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും. നീയല്ലോ ഏക പരിശുദ്ധൻ. നിന്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ സകല ജാതികളും വന്ന് തിരുസന്നിധി നമസ്കരിക്കും.
പഴയ നിയമത്തിൽ മോശയുടെ 2 പാട്ടുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് പുറപ്പാട് 15:1 മുതൽ 4 വരെയാണ്. ഇസ്രായേൽ ചെങ്കടൽ കടക്കുകയും ഫറവോനും സൈന്യവും മുങ്ങിപ്പോവുകയും ചെയ്തപ്പോൾ മോശ പാടി, ഞാൻ യഹോവയ്ക്ക് പാട്ട് പാടും, അവൻ മഹോന്നതൻ, കുതിരയെയും അതിന്മേലിരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. വെളിപ്പാട് 6-ാം അധ്യായത്തിൽ എതിർ ക്രിസ്തുവിനെയും ഒരു വെളുത്ത കുതിരയുടെ മേൽ കയറി സഞ്ചരിക്കുന്നവനായി ചിത്രീകരിക്കുന്നു. കുതിരയെയും അതിന്മേൽ ഇരുന്നവനെയും തള്ളിയിട്ടത് ഓർത്ത് ഇവിടെയും ജയാളികൾ ദൈവത്തിന്റെ സ്തുതി പാടുന്നു. ഹർമഗദോനിലെ അന്തിമ യുദ്ധത്തിൽ എതിർ ക്രിസ്തുവും അവന്റെ ശക്തികളും ഇസ്രായേൽ നാട്ടിലേക്ക് വന്ന് അതിനെ ആക്രമിക്കും. ആ സമയത്ത് കർത്താവായ യേശു ക്രിസ്തു തന്റെ വിശുദ്ധന്മാരുമായി ഇറങ്ങി വരും. അവിടുത്തെ പാദങ്ങൾ ഒലിവുമലയിൽ ചവിട്ടും. എതിർ ക്രിസ്തുവിന്റെ സൈന്യത്തെ അവിടുന്ന് നശിപ്പിച്ചു കളയും. ദൈവജനം അത് കാണുകയും പോരാട്ടം ഒന്നും കൂടാതെ തന്നെ ആ വിജയത്തിൽ പങ്കാളികളാകുകയും ചെയ്യും. ഇന്നും എല്ലാ വിജയവും നാം ഇതുപോലെയാണ് നേടേണ്ടത്. നമ്മുടെ മാനുഷിക ആയുധം കൊണ്ടല്ല, നാം മിണ്ടാതിരുന്നാൽ മതി. ദൈവം തന്നെ നമ്മുടെ ശത്രുക്കളെ നശിപ്പിച്ചു കളയും. അതുകൊണ്ട് ആ വിശ്വാസമുള്ളവർക്കെല്ലാം ഇന്ന് മോശയുടെ പാട്ട് പാടാം. ജീവിത പോരാട്ടങ്ങൾക്കിടയിൽ നമുക്ക് മോശയുടെ പാട്ട് പാടുവാൻ കഴിയും. കർത്താവ് നമ്മുടെ ശത്രുക്കളോട് എന്താണ് ചെയ്യുന്നതെന്ന് കണ്ടുകൊണ്ട് നമുക്ക് മിണ്ടാതിരിക്കാൻ സാധിക്കും. മോശയുടെ 2-ാമത്തെ പാട്ട് ആവർത്തന പുസ്തകം 31:30 മുതൽ 32:50 വരെയുള്ള ഭാഗത്ത് കാണാം. ജാതികളെ, അവന്റെ ജനത്തോടുകൂടെ ഉല്ലസിപ്പിൻ, അവൻ സ്വദാസന്മാരുടെ രക്തത്തിന് പ്രതികാരം ചെയ്യും. തന്റെ ദേശത്തിനും ജനത്തിനും പാപപരിഹാരം വരുത്തും. ആവർത്തന പുസ്തകം 32:42-43 എന്നാണ് അവിടുത്തെ പാട്ട്. 2 പാട്ടുകളിലും നാം ഒരു സത്യം കാണുന്നു. ദൈവജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുകയില്ല. അവർ പിന്മാറി നിൽക്കുകയും ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയും പ്രതികാരം വീട്ടുകയും ചെയ്യുകയാണ്. ഈ പാട്ട് നാം ഇപ്പോൾ പഠിക്കേണ്ടതുണ്ട്. എങ്കിൽ ഒരു നാൾ നാം മഹത്വത്തിൽ ദൈവിക വീണകളോടെ ഈ ഗാനം ആലപിക്കും. ഈ ഗാനം പഠിക്കുവാനുള്ള പാട്ട് പരിശീലന കളരിയാണ് നമ്മുടെ ദൈനംദിന ജീവിത സാഹചര്യങ്ങൾ. ദൈവത്തിന്റെ വഴികൾ തികവുള്ളതാണെന്നും എന്നാണ് ജയാളികൾ പാടുന്നത്. യേശു എല്ലാം നന്നായി ചെയ്തു എന്ന് സ്വർഗത്തിൽ നാമും പാടും. അന്ന് അവിടെ വെച്ച് ഭൂമിയിലെ ജീവിതത്തെ നാം തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം നമ്മെ നടത്തിയ വഴികളെല്ലാം അതെല്ലാം ദൈവത്താൽ നിയമിക്കപ്പെട്ടതും നമ്മുടെ പൂർണ്ണ നന്മയെ ഉദ്ദേശിച്ച് ക്രമപ്പെടുത്തിയതും ആയിരുന്നു എന്ന് നാം കണ്ടെത്തും. പലതും സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇന്ന് നമുക്ക് മനസ്സിലാവുകയില്ല. പക്ഷേ ആ ദിവസം നമുക്ക് പൂർണ്ണമായും മനസ്സിലാകും. പക്ഷപാതത്തിന്റെ മനുഷ്യന് ആ ദിവസം വരെ കാത്തിരിക്കേണ്ടതില്ല. അവൻ അത് ഇന്നേ വിശ്വസിക്കുകയും അറിയുകയും ചെയ്യുന്നു. ഭൂമിയിൽ വെച്ച് അവന് സംഭവിച്ചതിന് പിന്നിലുള്ള കാരണങ്ങൾ ദൈവം വിശദീകരിച്ചു കൊടുക്കുന്നത് വരെ അവൻ കാത്തിരിക്കുന്നില്ല. കർത്താവേ, നിന്റെ വഴി തികവുള്ളത് എന്നാണ് ഇപ്പോൾ തന്നെ അവന്റെ പാട്ട്. ഇപ്പൊ നമ്മൾ വെളിപാട് 15-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ വായിക്കുമായിരുന്നല്ലോ. അതിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ കേൾക്കുകയായിരുന്നു.
അവർ ദൈവത്തിൻ്റെ ദാസനായ ബോണ്ട് സെർവൻ്റ് ഓഫ് ഗോഡ്. അവർ മോശയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ ദാസൻ, അടിമദാസൻ, ഡൂളോസ് എന്നുള്ള ആ ഒരു പദം പുതിയ നിയമത്തിലൂടെ ഉടനീളം ഈവൻ പൗലോസായാലും പത്രോസായാലും യാക്കോബായാലും യോഹന്നാനായാലും എല്ലാം ദൈവത്തിൻ്റെ അടിമദാസൻ, ഡൂളോസ്. ഡ്യൂ എന്ന് പറഞ്ഞാൽ ടു ബൈൻഡ്, കെട്ടുക. ഡൂളോസ് എന്ന് പറഞ്ഞാൽ കെട്ടപ്പെട്ടവൻ, കെട്ടപ്പെട്ട ഒരു അടിമദാസൻ. ആ ഒരു നമ്മൾ പുറപ്പാട് 21 ആ ഒരു അടിമദാസൻ, അത് ആ അടിമദാസൻ യജമാനോടുള്ള സ്നേഹനിമിത്തം കട്ടളക്കിൽ ചെവി വെച്ച് കൊടുക്കുക തുളയ്ക്കപ്പെടാനായിട്ട്, യജമാനൻ്റെ സ്വരം കേൾക്കാനായിട്ട്. അതുപോലെ ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു മോശ. മോശയുടെ ആ കാലയളവിൽ ആ ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും താഴ്മയുള്ള മനുഷ്യനായിരുന്നു മോശ എന്നൊക്കെ സംഖ്യാപുസ്തകം 12-3 വാക്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ മോശയെക്കുറിച്ച് വായിക്കുന്നത് ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ, ഇന്ന് ദൈവത്തിൻ്റെ ദാസൻ എന്നുള്ള ആ പദം അങ്ങ് അർത്ഥലോപം വന്ന് അർത്ഥച്യുതി വന്നിരിക്കുന്നത്. എല്ലാവരെയും വിളിച്ചൊക്കെ അതൊക്കെ ദൈവദാസനാ, ഇത് ദൈവദാസനാ, അത് ദൈവദാസനാ എന്ന്. യഥാർത്ഥത്തിൽ ദൈവദാസനാണോ ദ്രവ്യദാസനാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആരെയും കാഴ്ചപ്രകാരം വിധിക്കാനല്ല, മറിച്ച് നീതിയോടെ വിധിക്കണമെന്ന് കർത്താവ് യോഹന്നാൻ 7:24 പറയുന്നുണ്ട്. ഫലം നോക്കി നിങ്ങൾ അവരെ തിരിച്ചറിയണമെന്ന് മത്തായി 7:16-20 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. യു വിൽ നോ ദം ബൈ ദ ഫ്രൂട്ട്സ്. അപ്പോൾ അതുകൊണ്ട് ഫലങ്ങൾ കൊണ്ട് നീതിയോടെ നമ്മൾ വിധിക്കേണ്ടതായിട്ട്, അതായത് വിവേചിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം എല്ലാവരെയും ദൈവദാസൻ എന്ന് ഞാൻ പറയാറില്ല. ഈവൻ ഞാൻ ഇപ്പം പാസ്റ്റർമാരായിട്ടുള്ള സഹോദരങ്ങൾ വരുമ്പോൾ പോലും ഞാൻ ആരെയും പാസ്റ്റർ എന്ന് വിളിക്കാറില്ല. എന്ന് വെച്ചാൽ പാസ്റ്റർ എന്നുള്ള വാക്കിനർത്ഥം ഷെപ്പേർഡ് എന്നാണ്. അപ്പം ഞാൻ ഷെപ്പേർഡായിട്ട് കരുതുന്ന സഹോദരങ്ങൾ ഓഫ് കോഴ്സ് അവർ പാസ്റ്റർ എന്നുള്ള വിളിപ്പേര് ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല, അവരെ നമ്മൾ പ്രദേശത്താണ് വിളിക്കുന്നത്. അപ്പോൾ പാസ്റ്റർ എന്ന് വിളിക്കുമ്പോൾ ഷെപ്പേർഡ്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഒരാളെ ഷെപ്പേർഡായിട്ട് കാണുന്ന ഒരാളെയാണ് പാസ്റ്റർ എന്ന് വിളിക്കേണ്ടത്. അപ്പോൾ ബാക്കി അപ്പോൾ അവർ ജോലി, ഞാൻ ആരുടെയും താഴ്ത്തി കാണുകയില്ലെന്ന് അവരൊരു പ്രൊഫഷനായിട്ട്, ജോലിയായിട്ട്, അവരുടെ ഒരു ജീവിതോപാധിയായിട്ടും ഒക്കെ ചെയ്യുന്നൊരു പ്രൊഫഷനായിട്ട് ചെയ്യുന്ന പാസ്റ്റർമാരായിട്ടുള്ള അങ്ങനെ അറിയപ്പെടുന്ന ആൾക്കാർ. അപ്പം ഞാനതുകൊണ്ട് അവരെ ഇനിയിപ്പോൾ അവർക്ക് ബ്രദറിന്ന് വിളിച്ച് അവർക്ക് ദേഷ്യം വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് സാറേന്ന് അങ്ങ് വിളിക്കും. അപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ലല്ലോ. പിന്നെ അതുപോലെ എന്നെക്കെട്ട് പ്രായം കുറഞ്ഞവരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം അനുസരിച്ച് പേര് വിളിക്കുമോ, അല്ലെങ്കിൽ അതുപോലെ ബ്രദറിനൊക്കെ വിളിക്കാനൊക്കെ അത് സ്വാതന്ത്ര്യപരം. ഞാൻ പറഞ്ഞു വെച്ചാൽ വേറെ ആരും നമ്മൾ മനഃപൂർവ്വമായിട്ട് ഒഫൻഡ് ചെയ്യാൻ വേണ്ടിയല്ല, മറിച്ച് നമ്മൾ പറയുന്ന ഓരോ വാക്കിനും നമ്മൾ കണക്ക് കൊടുക്കണമെന്നാണ് മത്തായി 12:36-37 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. അപ്പം നമ്മൾ ദൈവദാസൻ എന്നൊരാളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ ദൈവമേ നമുക്ക് ഉള്ള വെളിച്ചത്തിനൊത്തവണ്ണം അത് വചനപ്രകാരമുള്ളൊരു ദൈവത്തിൻ്റെ ദാസനായിട്ട് നമുക്ക് തോന്നുന്നുണ്ടോ? അതുപോലെ തന്നെ പാസ്റ്റർ എന്ന് വിളിക്കുന്നു. ഇപ്പം ഈവൻ പുരോഹിതന്മാരായിട്ടുള്ളവരെ അച്ഛാന്ന് പോലും ഞാൻ വിളിക്കാറില്ല. ഞാൻ എൻ്റെ ഭൗമിക പിതാവിനെ അച്ഛൻ എന്ന് വിളിക്കാറുള്ളതെന്ന് വെച്ചാൽ കർത്താവ് പറഞ്ഞിട്ടുള്ള മത്തായി 23 ഞാനിത് പറഞ്ഞു വരുന്നത് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു ദൈവത്തിൻ്റെ ദാസൻ എന്നുള്ള വാക്യം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ടാൻജൻ്റായിട്ട് പോയെന്നേ ഉള്ളൂ. ഇതിൽ മത്തായി 23 ആ വാക്യം നമുക്കറിയാം. അതിൻ്റെ 9 വാക്യം, നിങ്ങളോ എല്ലാവരും സഹോദരന്മാർ. കർത്താവ് സഹോദര വൃന്ദത്തിനിടയിൽ, ഓഫ്കോഴ്സ് നമ്മൾ ഭൂമിയിൽ അച്ഛനെ അച്ഛാന്ന് വിളിക്കുന്നു, എന്നാൽ സഹോദര വൃന്ദത്തിനിടയിൽ കർത്താവ് ശിഷ്യ വൃന്ദത്തോട് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളും എല്ലാവരും സഹോദരന്മാർ, ഭൂമിയിൽ ആരെയും പിതാവ് എന്ന് വിളിക്കരുത്, ഫാദർ എന്ന് വിളിക്കരുത്, ഒരുത്തിനത്രയും നിങ്ങളുടെ പിതാവ് സ്വർഗ്ഗസ്ഥൻ തന്നെ. പിന്നെ ഓഫ്കോഴ്സ് അതുപോലുള്ളവരൊക്കെ നടത്തുന്ന സ്ഥാപനങ്ങളൊക്കെ അതിൽ പഠിക്കുന്നവരോ ജോലി ചെയ്യുന്നവരോ ഒക്കെ ആകുമ്പോൾ അവർക്ക് അതിൻ്റെതായ പരിമിതികൾ കാണും. ഇപ്പം ഞാനതുകൊണ്ട് ആ ഒരു കാര്യം ആരെയും ഇമ്പോസ് ചെയ്യുന്ന കാര്യമല്ല, മറിച്ച് നമുക്ക് പറ്റുന്നിടത്തോളം കഴിവതും ഞാൻ അങ്ങനെയുള്ളവരെ സാറെന്നോ അങ്ങനെയൊക്കെ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് നമ്മൾ. എന്നാൽ അങ്ങനെ ചിലർ ഒരു കത്തോലിക്ക അച്ഛനായിട്ടുള്ള സഹോദരനെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളെയൊക്കെ എല്ലാവരും അച്ഛാന്നെ വിളിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ ഇങ്ങനെ മത്തായി 23:8 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നതുകൊണ്ട് ഞാൻ അതുകൊണ്ട് അതനുസരിക്കാൻ വേണ്ടി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അപ്പം പിന്നെ സ്വന്തം അച്ഛനെ അച്ഛാന്ന് വിളിക്കത്തില്ല? അപ്പോൾ ഞാൻ പറഞ്ഞു അത് കർത്താവ് അവിടെ മത്തായി 23 ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് ശിഷ്യന്മാരുടെ ഇടയിൽ ആരെയും അച്ഛാന്നോ പിതാവിൽ നിന്നും വിളിക്കേണ്ടെന്നല്ല ആണല്ലോ കർത്താവ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ അതനുസരിക്കാൻ വേണ്ടിയാണ്. സാറേ വേറെ ഒഫൻസ് ഒന്നും വിചാരിക്കരുത്, അതുകൊണ്ട് ഞാൻ സാറേന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞ് വെച്ചാൽ നമുക്ക് അവരോട് ബഹുമാനക്കുറവൊന്നുമില്ല. അവർ അവർക്കുള്ള വെളിച്ചത്തിൽ അവരങ്ങനെ ആയിരിക്കുന്നു. നമ്മളാരെയും അടുത്ത് കാണുന്നില്ല. നമ്മൾ തന്നെ ദൈവമുമ്പാകെ ഒരു 0 ആയിട്ടായിരിക്കേണ്ട ആൾക്കാരാണ്. പക്ഷേ എന്നാൽ നമ്മൾ ദൈവവചനം കർത്താവിനെ ആവുംവണ്ണം അനുസരിപ്പാൻ കർത്താവിനെ സഹായിക്കണേ എന്നുള്ളൊരു തേങ്ങലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. വെളിപാട് 15 അധ്യായത്തിൻ്റെ 3 വാക്യത്തിൽ അവർ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിൻ്റെ പാട്ടും പാടി ചൊല്ലിയത്
സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, ആ ഒരു ഗ്രേറ്റ് ആൻഡ് മാർവലസ് ഓ ലോർഡ് ദ ഓൾമൈറ്റി, ആ ഓൾമൈറ്റി എന്നുള്ള വാക്ക് നമ്മളത് കണ്ടിട്ടുണ്ട്. വെളിപാട് പുസ്തകത്തിലാണ് പുതിയ നിയമത്തിൽ 9 തവണ ഈ ഓൾമൈറ്റി പാൻറ്റാക്രറ്റോർ എന്നുള്ള ആ ഒരു വാക്കാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വെളിപാട് പുസ്തകത്തിൽ പുതിയ നിയമത്തിൽ ആകപ്പാട് 10 തവണയും ഈ പാൻറ്റാക്രറ്റോർ എന്നുള്ള വാക്കുള്ളൂ. അതിൽ 9 തവണയും ഇത് വെളിപാട് പുസ്തകത്തിലാണ്. അപ്പം അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഓഫ് കോഴ്സ് അന്തിമകാലത്ത് ജീവിച്ചിരിക്കുന്നവർക്കായിട്ടാണ് എസ്പെഷ്യലി വെളിപാട് പുസ്തകത്തിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടിരിക്കുന്നതുകൊണ്ട് അന്ത്യകാലത്ത് ജീവിച്ചിരിക്കുന്ന നമ്മളെപ്പോലുള്ളവർക്കാണ്, നമ്മുടെ ഈ കാലഘട്ടത്തിലുള്ളവർക്കാണ് ദൈവം സർവശക്തനാണെന്നുള്ളൊരു വെളിപാട് ഏറ്റവും അധികം ഉണ്ടായിരിക്കേണ്ടത്. പിന്നെ പാൻറ്റാക്രറ്റോർ എന്ന് വെളിപാട് പുസ്തകത്തിൽ അല്ലാതെ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു റെഫറൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ സിഗ്നിഫിക്കൻസ് 2 കൊരിന്ത്യർ 6:18 കഴിഞ്ഞ ആഴ്ചയും സെക്രട്ടറി ആ വാക്യം വചന ഷെയർ എന്ന കൂട്ടത്തിൽ പറയുന്നുണ്ടായിരുന്നു. 2 കൊരിന്ത്യർ 6:18 വേർപെട്ടിരിക്കുവിൻ എന്ന് പറയുമ്പം ജാതീയ ആചാരങ്ങളോ അശുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളോ പാരമ്പര്യങ്ങളോ ഒക്കെ വേർപെട്ടിരിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ ആ സർവശക്തനായ ദൈവത്തിൻ്റെ ശക്തി തന്നെ നമുക്ക് വേണം. എന്നാലേ അങ്ങനെയൊക്കെയുള്ള പാപത്തിൽ നിന്നും പാരമ്പര്യത്തിൽ നിന്നും ഒക്കെ നമുക്ക് വേർപെട്ടിരിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു പാൻറ്റാക്രറ്റോർ എന്നുള്ളൊരു വാക്ക്. അപ്പോൾ ഇവിടെ ആ 9 തവണ വെളിപാട് പുസ്തകത്തിൽ ഉപയോഗിക്കുന്നതിൽ ഒരു തവണയാണ് ഇപ്പം നമ്മൾ വെളിപാട് 15:3 ഞാൻ അതിൻ്റെ ആ ബാക്കിയുള്ള റെഫറൻസസ് വെളിപാട് പുസ്തകത്തിൽ എവിടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ വെളിപാട് 1:8 4:8 11:17 പിന്നെ ഇപ്പോൾ ഈ 15:3 നമ്മളിപ്പം വായിച്ചു. വെളിപാട് 16:7 14 വാക്യങ്ങളിലുണ്ട്, 19 അധ്യായത്തിന് 6 15 വാക്യങ്ങളിലുണ്ട്, 21 അധ്യായത്തിന് 22 വാക്യത്തിലുണ്ട്. അപ്പം അങ്ങനെ 9 തവണ വെളിപാട് പുസ്തകത്തിൽ. പിന്നെ 2 കൊരിന്ത്യർ 6:18 അങ്ങനെ പാൻറ്റാക്രറ്റോർ പാസ് എന്ന് പറയുമ്പോൾ ഓൾ എന്നുള്ള പാൻറ്റാക്രറ്റോർ എന്നുള്ള വാക്ക്, ക്രാറ്റാസ് എന്ന് പറഞ്ഞാൽ പവർ മൈറ്റ് എന്നുള്ള, അപ്പം പാൻറ്റാക്രറ്റോർ എന്ന് പറഞ്ഞാൽ സർവശക്തൻ എന്നുള്ള വാക്ക്. ആ സർവശക്തനായ ദൈവം നമ്മളെ സൃഷ്ടിച്ചവനായ സർവശക്തനായ ദൈവം, നമുക്ക് ആ ദൈവത്തെ പിതാവിന്ന് വിളിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതാ ഇവിടെ നമ്മൾ വായിക്കുന്നത് 3-ാമത്തെ വാക്യത്തിൽ എന്താ അവർ മോശയുടെ പാട്ടും കുഞ്ഞാടിൻ്റെ പാട്ടും പാടി ചൊല്ലിയതെന്ന് പറഞ്ഞാൽ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിൻ്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതവുമായവ, സർവ്വജാതികളുടെയും രാജാവേ, നിൻ്റെ വഴികൾ നീതിയും സത്യവുമുള്ളവ എന്നുള്ളൊരു പാട്ട് അവർ പാടുന്നതായിട്ട് നമ്മൾ അവിടെ വായിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സർവ്വശക്തിയുള്ള ദൈവമായ കർത്താവ് എന്ന് പറയുമ്പോൾ കർത്തൃത്വം നടത്തുന്നവൻ, നിൻ്റെ പ്രവൃത്തികൾ ഇങ്ങനെ വലുതും അത്ഭുതവുമായവയാണ്. അത് ഗ്രേറ്റ് ആൻഡ് മാർവലസ്. അത് നമ്മളെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ആ കർത്താവിൻ്റെ പ്രവൃത്തികളെ കണ്ട്, കർത്താവ് ഓഫ് കോഴ്സ് പഴയ നിയമത്തിലെ ആ വലിയ അത്ഭുതങ്ങളും കാര്യങ്ങളും ഒക്കെ അതെ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ശക്തി തന്നെ. എന്നാൽ അതിലുപരിയായിട്ട് നമ്മളെ കർത്താവ് പാപത്തിൽ നിന്ന് രക്ഷിച്ച കർത്താവിൻ്റെ ശക്തി, പാപത്തിൽ നിന്ന് പാരമ്പര്യത്തിൽ നിന്ന് കർത്താവ് നമ്മളെ രക്ഷിച്ച, ആത്മീയമായിട്ട് നമ്മളെ നിർത്തിയ കർത്താവിൻ്റെ ശക്തി, പിന്നെ ഓഫ് കോഴ്സ് ഭൗതികമായിട്ട് നമ്മളെ എന്തെല്ലാം ആപത്തനർത്ഥങ്ങളിൽ നിന്നൊക്കെ കർത്താവ് നമ്മളെ രക്ഷിച്ചു, എന്തെല്ലാം സൗഖ്യങ്ങൾ തന്നു, എന്തെല്ലാം കൃപകൾ തന്നു, എന്തെല്ലാം കർത്താവ് നമ്മളോട് കരുണ കാണിച്ചു. അപ്പോൾ അങ്ങനെ സർവശക്തിയായ ദൈവമായ കർത്താവേ, നിൻ്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതമായവ, റൈച്ചസ് ആൻഡ് ട്രൂ ആർ യുവർ വേസ്, ഗ്രേറ്റ് ആൻഡ് മാർവലസ് ആർ യുവർ വർക്ക്സ്. അതാ നിൻ്റെ അവിടെ കർത്താവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് പറയുന്നു, കർത്താവിൻ്റെ വഴികളെക്കുറിച്ച് പറയുന്നു. ആദ്യം പ്രവൃത്തികളെക്കുറിച്ച്, പിന്നെ കർത്താവിൻ്റെ വഴികളെക്കുറിച്ച്. കർത്താവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് പറയുന്നത് എന്താ? വലുതും അത്ഭുതവുമായവയാണ് കർത്താവിൻ്റെ പ്രവൃത്തികൾ. അത് വലുതാണ്, നമുക്ക് ഗ്രഹിക്കാവുന്നതിൽ ഏറ്റവും വലുതാണ്. അത് അത്ഭുതം ഉളവാക്കുന്നതാണ്. നമ്മളുടെ യുക്തിബോധത്തിനോ ബുദ്ധിക്കോ ഒക്കെ അതീതമായിട്ടുള്ള വലിയ കാര്യങ്ങളാണ് ദൈവം ചെയ്തിട്ടുള്ളത്. അത് അത്ഭുതം ഉളവാക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ സർവ്വജാതികളുടെയും കിങ് ഓഫ് ദി നേഷൻസ്, കർത്താവിൻ്റെ വഴികളെക്കുറിച്ച് പറയുമ്പം കിങ് ഓഫ് ദി നേഷൻസ്, സർവ്വജാതികളുടെയും രാജാവി, കർത്താവ് രാജാതി രാജാവാണ്. ഹീസ് ദ കിങ് ഓഫ് കിങ്സ് ആൻഡ് ലോർഡ് ഓഫ് ലോർഡ്സ്. നമ്മൾ പല പാട്ടിലുമൊക്കെ രാജാതി രാജൻ ദേവാതി ദേവൻ എന്നൊക്കെ നമ്മൾ പാടാറുണ്ടല്ലോ. അപ്പം അത് കിങ് ഓഫ് കിങ്സ് ലോർഡ് ഓഫ് ലോർഡ്സ് എന്നുള്ള ആ പദപ്രയോഗമെല്ലാം ഇവിടുന്ന് വരുന്ന നമ്മുടെ വചനത്തിൽ നിന്ന് വായിക്കുന്ന കാര്യം തന്നെ. ഇതേ വെളിപാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം നോക്കുവാണെങ്കിൽ രാജാതി രാജാവും കർത്താതി കർത്താവും എന്ന നാമം അവൻ്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു, കിങ് ഓഫ് കിങ്സ് ആൻഡ് ലോർഡ് ഓഫ് ലോർഡ്സ്. അതേ ഒരു വാക്യം തന്നെ നമ്മൾ 1 തിമോത്തിയോസ് 6:15 വായിക്കുന്നുണ്ട്. തിമോത്തിയോസിനോട് എഴുതുന്ന 1-ാമത്തെ ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ അവിടെ എന്താ വായിക്കുന്നേ? അവിടെയും 15-ാമത്തെ വാക്യത്തിൽ ധന്യനായ ഏകാധിപതിയും, ഇന്ന് ലോകത്തുള്ള പല ഏകാധിപതികളുണ്ട്, അവർ ധന്യന്മാരൊന്നുമല്ല, അവർ വളരെ ക്രൂരന്മാരായിട്ടുള്ള ഏകാധിപതികളെക്കുറിച്ചൊക്കെ നമ്മളെ ചരിത്രത്തിലും ഇന്ന് ഭൂമുഖത്തുള്ളവരായിട്ടുള്ള അങ്ങനെ ക്രൂരതയുള്ള ഏകാധിപതികളെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ കർത്താവിനെ കുറിച്ച് പറയുന്നത് കർത്താവ് ഏകാധിപതിയാണ്, പക്ഷേ അവൻ അവിടുന്ന് ധന്യനായ ഏകാധിപതിയാണ്. അത് നമ്മളെ 15-ാമത്തെ 1 തിമോത്തിയോസ് 6:15 വാക്യം, ധന്യനായ ഏകാധിപതിയും ബ്ലസ്സഡ് ആൻഡ് ഒൺലി സോവറിൻ, അതാ ഏകാധിപതി അല്ലെങ്കിൽ പരമാധികാരമുള്ള
അനുഗ്രഹിക്കപ്പെട്ട ധന്യനായ രാജാതിരാജാവും കർത്താതി കർത്താവും. അത് കഴിഞ്ഞിട്ട് 16-ാമത്തെ വാക്യത്തിൽ താൻ മാത്രം അമർത്തിയുള്ളവനും അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായ തക്ക സമയത്ത് അപ്രത്യക്ഷ വരുത്തും എന്നൊക്കെ പറയുന്ന ആ ദൈവത്തെ സ്തുതിച്ച് പറയും. എന്താ പറയുന്നത്? രാജാതിരാജാവും കർത്താതി കർത്താവും. നമ്മളെ വെളിപ്പാട് 19-ന്റെ 16-ാമത്തെ വാക്യത്തിലും രാജാതിരാജാവും കർത്താതി കർത്താവും കണ്ടു. ഇവിടെയും ജാതികളുടെ രാജാവ്, ഇന്ന് രാജഭരണത്തൊക്കെ ജീവിച്ചിട്ടുള്ളവർക്ക്, അതിനെക്കുറിച്ച് കേട്ടുള്ളവർക്ക് അറിയാം. രാജാവ് എന്ന് പറഞ്ഞാൽ ഒരു വളരെ ഭയഭക്തിയോ ബഹുമാനത്തോടായിരിക്കും. അപ്പം ഈ ജാതികളുടെ നേഷൻസ്, ഈ ജാതികളായിട്ടുള്ള എല്ലാ ജാതികളുടെ എല്ലാം രാജാവായിട്ടുള്ള അതാ ഈ ജയിച്ചവരുടെ പാട്ടെന്ന് പറഞ്ഞാൽ, നമ്മൾ പലപ്പോഴും ജാതികൾ വിശ്വാസത്തിലല്ലാത്ത എൻ്റെ ബോസിനെ നമുക്ക് പേടി, നമ്മുടെ സീനിയറായിട്ടുള്ള ആൾക്കാരോ നമ്മുടെ അധ്യാപകർ അല്ലെങ്കിൽ നമ്മളുടെ മേലധികാരികളെ കുറിച്ചൊക്കെ നമുക്ക് പലപ്പോഴും ഭയവും പേടിയോ അവരങ്ങനെ ചെയ്യുമോ, ഇവർ നമ്മളെ ഡിസ്മിസ് ചെയ്ത് കളയുമോ, നമുക്ക് പ്രൊമോഷൻ ക്യാൻസലാക്കി കളയുമോ എന്ന ജാതികളുടെ എല്ലാ രാജാവ് ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ കർത്താവ്. അത് ജയിച്ചവരാണ് ഈ പാട്ട് പാടുന്നത് നമ്മളിവിടെ വായിക്കുന്നത്. അപ്പം നമ്മൾ ഈ മനുഷ്യൻ്റെ ഭയത്തെയും അല്ലെങ്കിൽ അവരെന്ത് പറയും ഇവരെന്ത് പറയുന്നുള്ള ഭയത്തെയും അങ്ങനെയൊക്കെയുള്ള പാരമ്പര്യങ്ങളിലെ കെട്ടുകളെയും അതെല്ലാം ജയിക്കുന്നവർക്കാണ് ഈ പാട്ട് പാടാൻ ഒക്കുന്നത്. അവർക്കാണ് മറ്റവർക്ക് പാടാം ജാതികളുടെ രാജാവെന്ന് പറയാം, പക്ഷേ അത് അധര വ്യായാമമായിരിക്കും. വായിൽ നിന്ന് പറയുന്നു എന്ന് ഹൃദയത്തിന് ആഴത്തിൽ നിന്ന് എല്ലാ ജാതികളുടെ മേലും കർത്താവാണ് രാജാവെന്ന് അറിയുന്നവരാണ് ഈ പാട്ട് പാടുന്നത്. യഥാർത്ഥത്തിൽ ഹൃദയത്തിന് ആഴത്തിൽ നിന്ന് ആത്മാവിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പാടുന്ന ആരാ? സർവ്വജാതികളുടെയും രാജാവേ, നിൻ്റെ വഴികൾ നീതിയും സത്യവുമുള്ളവ. റൈച്ചസ്, നീതിയുള്ളതാ. ട്രൂ, സത്യമുള്ളതാ. നീതിയോടെ ദൈവം ചെയ്യുന്നതാണ്, സത്യത്തോടെയാണ് കർത്താവ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അവിടുന്ന് സർവശക്തിയുള്ള ദൈവമായ കർത്താവാണ്. അവിടുത്തെ പ്രവൃത്തികൾ, സർവശക്തിയുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതമായവ. ജാതികളുടെ രാജാവിൻ്റെ വഴികൾ, അവിടുന്ന് ആ വഴികൾ നീതിയും സത്യവുമുള്ളവ. കർത്താവെ, ആര് നിൻ്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും? അത്ര വലിയ ദൈവം. നമ്മൾ ആ ദൈവത്തിൻ്റെ തേജസ് കാണുമ്പോൾ കർത്താവ് എങ്ങനെ അങ്ങയെ വർണ്ണിക്കാതെ, എങ്ങനെ അങ്ങയെ ഭയപ്പെടാതെ, എങ്ങനെ അങ്ങയെ വാഴ്ത്താതിരിക്കും എന്നുള്ളൊരു കാര്യമാണ്. ഹു വിൽ നോട്ട് ഫിയർ ഓ ഗോഡ് ആൻഡ് ഗ്ലോറിഫൈ യുവർ നെയിം. ആർക്ക് പറ്റും? ഈ കർത്താവിൻ്റെ തേജസ്സിനെ കണ്ടവർ എല്ലാം യോഹന്നാൻ അപ്പോസ്തലൻ കർത്താവിൻ്റെ മറുപടി ചാരിയിരുന്ന ശിഷ്യനെന്ന കർത്താവിൻ്റെ ആ തേജസ്സിൻ്റെ ആ ഒരു ചെറിയൊരു ഗ്ലിംസ്, ചെറിയൊരു ദൃശ്യം കണ്ടപ്പോഴത്തേക്കും മരിച്ചവരെ പോലെ കർത്താവിൻ്റെ കാൽക്കൽ വീണതായിട്ട് വെളിപ്പാട് 1:17 നമ്മൾ വായിക്കുന്നത്. നമ്മൾ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും എല്ലാം ദൈവത്തിൻ്റെ തേജസ് കണ്ടവരെല്ലാം മുഖം കവിണ്ണ് വീണതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. യോബിൻ്റെ കാര്യമായാലും യെശയ്യാവ് 6-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. യോബ് 42-ാം അധ്യായത്തിൻ്റെ 6-5 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് 7-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. പിന്നെ യെശയ്യാവ് 6-ാം അധ്യായത്തിലെ കാര്യം നമുക്കറിയാം. അങ്ങനെ ദൈവത്തിൻ്റെ ഇവൻ പൗലോസും ദൈവത്തെക്കുറിച്ചുള്ള വെളിപാടൊക്കെ കിട്ടുമ്പോൾ പറയുന്ന കാര്യങ്ങൾ ഞാൻ റിച്ചർഡ് മാൻ ദാറ്റ് ഐ ആം എന്ന് പറഞ്ഞ് വിലപിക്കുന്ന കാര്യമൊക്കെ റോമർ 7:24 നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ പത്രോസ് യേശുവിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് ആദ്യമായിട്ടൊരു അതുപോലൊരു ആഴത്തുള്ളൊരു കൺവിക്ഷൻ പത്രോസിന് കിട്ടുമ്പോൾ, എന്നെ വിട്ടുപോണേ കർത്താവേ, ലൂക്കോസ് 5:8 വാക്യം, എന്നെ വിട്ടുപോകണമേ, ഞാൻ പാപിയായ മനുഷ്യനാണ് എന്ന് പറയുന്ന കാര്യമൊക്കെ നമുക്കറിയാം. അപ്പം ആ ഒരു ആ ദൈവത്തിൻ്റെ മഹത്വം കാണുമ്പോൾ കർത്താവ് ഇത് സിംഹാസനത്തിന് മുമ്പാകെ ദൈവത്തെ മുഖാമുഖം കണ്ട് ആരാധിക്കുന്നവരാണ് ഈ പറയുന്നത്, സ്തുതിക്കുന്നവരാണ് ഈ പറയുന്നത്. ആരും നിൻ്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടാതെയും ഇരിക്കും. നീയല്ലോ ഏക പരിശുദ്ധൻ. നമ്മൾ എത്രയോ പരിശുദ്ധരായിട്ടുള്ള ആൾക്കാർ, വിശുദ്ധരായിട്ടുള്ള ആൾക്കാർ ലോകത്ത് ജീവിക്കുന്നത്. എന്നാൽ ദൈവമേ, യഥാർത്ഥത്തിൽ അവർക്ക് എന്തെങ്കിലും പരിശുദ്ധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അങ്ങയിൽ നിന്നുള്ളൊരു പരിശുദ്ധി മാത്രമേ ഉള്ളൂ. അല്ലാതെ അവിടുന്നാണ് യഥാർത്ഥത്തിൽ യു അലോൺ ആ ഹോളി. അവിടുന്ന് മാത്രമാണ് ഏക പരിശുദ്ധൻ. നിൻ്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ സകല ജാതികളും വന്ന് തിരുസന്നിധിയിൽ നമസ്കരിക്കും. ഫോർ ഓൾ ദ നേഷൻസ് വിൽ കം ആൻഡ് വർഷിപ്പ് ബിഫോർ യു, ഫോർ യുവർ റൈച്ചസ് ആക്ട്സ് ഹാവ് ബീൻ റിവീൽഡ്. അവിടുത്തെ ന്യായവിധികൾ, ന്യായമായിട്ടുള്ള നീതിയായിട്ടുള്ള റൈച്ചസ് ആക്ട്സ്, നീതിയായിട്ടുള്ള പ്രവൃത്തികളൊക്കെ വിളങ്ങി വന്നതിനാൽ, അതൊക്കെ വെളിപ്പെട്ടതിനാൽ കർത്താവ് ന്യായം വിധിക്കുകയും അതുപോലെയൊക്കെയുള്ള പല ഭൂമിയിലെ കൊയ്ത്തിനെ കുറിച്ചൊക്കെ നമ്മൾ കാണുമ്പം നമുക്ക് അതൊക്കെ ദൈവം അത്രയൊക്കെ ചെയ്യുന്ന ദൈവം അത്രയ്ക്ക് ക്രൂരനായിട്ടുള്ള ദൈവമാണെന്നൊക്കെ തോന്നുന്നു. എന്നാൽ എല്ലാം ജയിച്ചവരായിട്ടുള്ള ഇവർ പറയുന്നത് എന്താ? സ്വർഗീയ വീക്ഷണത്തോടെ ഇവർ പറയുന്നത് അത് റൈച്ചസ് ആക്ട്സ് ഹാവ് ബീൻ റിവീൽഡ്. ദൈവത്തിൻ്റെ ഏറ്റവും നീതിയുള്ള പ്രവൃത്തികൾ അവിടെ വെളിപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവേ, ജാതികളും വന്ന് അവിടുത്തെ മുമ്പാകെ കുമ്പിടും എന്നുള്ളൊരു കാര്യം, അത് കർത്താവിൻ്റെ 1000 വർഷക്കാലം ഭരണത്തിൽ അന്ന് എല്ലാവരും
കർത്താവിനെ കുമ്പിടുന്നൊരു കാര്യം, എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിയിടും യേശു മാത്രം കർത്താവ് എന്നുള്ള ഒരു കാര്യമൊക്കെ നമ്മൾ ഫിലിപ്പിയർ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. പിന്നെ നമ്മളിപ്പം അന്തിമോചന പുസ്തകത്തിൽ നമ്മൾ മോശയുടെ പാട്ടിനെക്കുറിച്ച് നമ്മൾ കേൾക്കുമായിരുന്നു. മോശയുടെ പാട്ട് നമുക്കറിയാം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ ഈ മോശയുടെ 2 പാട്ടാണ് നമ്മൾ വായിക്കുന്നത്. ഒന്ന് പുറപ്പാട് പുസ്തകം 15-ന്റെ 1 മുതൽ 4 വരെ, പിന്നെ ആവർത്തന പുസ്തകം 31-ന്റെ 30 മുതൽ 32-ന്റെ 50 വരെയുള്ളൊരു വലിയൊരു പാട്ടുമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ പുറപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ പുറപ്പാട് പുസ്തകത്തിൽ അവിടെ എപ്പോഴാണ് പാട്ട് പാടുന്നത്? മിസ്രയീം സൈന്യം, അതായത് ഈജിപ്തിൻ്റെ സൈന്യം എല്ലാം കൂടെ ചെങ്കടലിൽ പെട്ടുപോയി, അവരെല്ലാം ചെങ്കടലിൽ അകപ്പെട്ട് മരിച്ചു പോയപ്പം മോശ പാടുന്ന ഒരു പാട്ടാണ് നമ്മൾ പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ മോശയും ഇസ്രായേൽ മക്കളും അന്ന് യഹോവയ്ക്ക് സങ്കീർത്തനം പാടി ചൊല്ലിയത് എന്തെന്നാൽ, ഞാൻ യഹോവയ്ക്ക് പാട്ടുപാടും. 1-ാമത്തെ വാക്യം പുറപ്പാട് 15-ന്റെ 1. പുറപ്പാട് 14-ാം അധ്യായത്തിലാണ് നമ്മൾ ഈ ചാരിയറ്റ്സ്, രഥങ്ങളൊക്കെ ഇതിനകത്ത് ചെങ്കടലിനകത്ത് പെട്ടുപോകുന്ന കാര്യങ്ങളും മുങ്ങിപ്പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നത്. 22-ാം പുറപ്പാട് 14-ൽ 22-ല്ല മോശ 21-ൽ മോശ കടലിന്മേൽ കൈ നീട്ടി എന്നുള്ളൊരു കാര്യവും അങ്ങനെ വലിയൊരു കാറ്റ് വന്ന് ഉണങ്ങിയ നിലമാക്കിയ കാര്യമൊക്കെ നമ്മൾ 21-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. 22-ാമത്തെ വാക്യത്തിൽ ഇസ്രായേൽ മക്കൾ കടലിൻ്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടെ, കടലിൻ്റെ നടുവിൽ സാധാരണ ചെളിയുള്ള നിലമായിരുന്ന ദൈവം അതൊക്കെ ഉണക്കി തന്നെ മക്കൾക്കായിട്ട് പോകാൻ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടെ നടന്നുപോയി. അവരുടെ ഇടത്തും വല്ലത്തും വെള്ളം മതിലായി നിന്നു. അങ്ങനെയുള്ള വലിയ അത്ഭുതങ്ങൾ. പിന്നീട് 28-ാമത്തെ വാക്യത്തിൽ വെള്ളം മടങ്ങി വന്ന് 14-ാം അധ്യായത്തിന് 28-ൽ വെള്ളം മടങ്ങി വന്ന് അവരുടെ പിന്നാലെ കടലിലേക്ക് ചെന്നിരുന്ന രഥങ്ങളെയും കുതിരപ്പടയെയും ഫറവോന്റെ സൈന്യത്തെ എല്ലാം മുക്കിക്കളഞ്ഞു. അവരിൽ ഒരുത്തം പോലും ശേഷിച്ചില്ല. എല്ലാവരും ഡ്രൗണ്ടായി, മുങ്ങി ചത്തുപോയി എന്നുള്ളൊരു കാര്യം. അപ്പം അതിനുശേഷം മോശ ഇസ്രായേൽ മക്കളും കൂടെ പാടുന്ന ആ ഒരു പാട്ട്, എത്ര വലിയ ജയഘോഷത്തിൻ്റെ ഒരു പാട്ട്. സാത്താനും സൈന്യവും എല്ലാം ഫറവോന് ഞാനിനി അടിമയല്ല, പരമസീവനും ഞാൻ അന്യമല്ല എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ചൊവ്വാഴ്ചയും ഷാജുബേറിൻ്റെ വീട്ടിൽ വെച്ച് നമ്മൾ പാടിയതുപോലെ. അപ്പം എന്താ നമ്മൾ പാടുന്നത്? അവൻ മഹോന്നതൻ, കുതിരയെയും അതിന്മേൽ ഇരിക്കുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. കുതിരയും അതിന്മേൽ ഇരിക്കുന്നവൻ എന്ന് പറയുമ്പോൾ ഫറവോൻ്റെ സൈന്യമാണ്. എന്നാൽ നമ്മൾ ഇവിടെ വെളിപാട് 6-ാം അധ്യായത്തിൽ ഒരു വെള്ളക്കുതിരയുടെ മേലൊരു വ്യാജനിരിക്കുന്ന, എതിർക്രിസ്തു ഇരിക്കുന്ന കാര്യമൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പം അവനെയും ദൈവം എല്ലാം തള്ളിയിട്ട് എല്ലാം നാമാവശേഷമാക്കി. നാമാവശേഷം എന്ന് പറഞ്ഞാൽ നാമം മാത്രം അവശേഷിക്കുന്നു, പേര് മാത്രം അവശേഷിക്കുന്നു. എല്ലാ ആളുപടിയായി എന്നൊക്കെ പറയുന്നത് പോലെ അവരെല്ലാം മരിച്ച് മൺമറഞ്ഞു പോയി എന്നുള്ളൊരു കാര്യമാണ് വായിക്കുന്നത്. അത് 2-ാമത്തെ വാക്യത്തിൽ എൻ്റെ ബലവും എൻ്റെ ഗീതവും യഹോവേ അത്രേ, മൈ സ്ട്രെങ്ത് ആൻഡ് എൻ്റെ ബലവും എൻ്റെ സംഗീതവും എന്നൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ടല്ലോ. അപ്പം ശരിക്കും പാട്ടിൽ ബലവൻ്റെ സംഗീതമാണോ രണ്ടും ശരിയാണ്. പക്ഷേ നമ്മളിവിടെ വായിക്കുമ്പം ഈ പാട്ടുകാരൻ ഇവിടുന്നാണ് എഴുതിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ബലവും എൻ്റെ സംഗീതവും എന്നായിരിക്കും പാട്ടിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ പല പാട്ടുപുസ്തകങ്ങളിലും സംഗീതം എന്നാണ് നമ്മൾ എൻ്റെ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി എന്നുള്ള ആ പാട്ടിൽ നമ്മൾ പാടുന്നത്. ഏതായാലും സംഗീതമായാലും എന്നാൽ ഈ വചനത്തിൽ നിന്ന് നമ്മൾ ഈ ഫറവോൻ അടിമയല്ല എന്നൊക്കെ പറഞ്ഞ് ചെങ്കടലിൻ്റെ കാര്യവും കനാനിൻ്റെ ദേശത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നതുകൊണ്ട് പാട്ട് എഴുതിയ ആൾ മിക്കവാറും അതിൻ്റെ ബലവും എൻ്റെ സംഗീതവും എന്നായിരിക്കണം എഴുതിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ പാട്ടുപുസ്തകത്തിൽ സംഗീതം എന്ന് തന്നെ, എൻ്റെ ബലവും എൻ്റെ സംഗീതവും എൻ്റെ ഗീതവും യഹോവേ അത്രേ, അവൻ എനിക്ക് രക്ഷയായി തീർന്നു, അവൻ എൻ്റെ ദൈവം, ഞാൻ അവനെ സ്തുതിക്കും, അവൻ എൻ്റെ പിതാവിൻ ദൈവം, ഞാൻ അവനെ പുകഴ്ത്തും. അത് കഴിഞ്ഞിട്ട് 3-ാമത്തെ വാക്യത്തിൽ യഹോവ യുദ്ധവീരൻ, യഹോവ എന്ന അവൻ്റെ നാമം, ഫറവോൻ്റെ രഥങ്ങളെയും സൈന്യങ്ങളെയും അവൻ കടലിൽ തള്ളിയിട്ടു, അവൻ്റെ രഥിപ്രവരന്മാർ, ചോയ്സസ്റ്റ് ഓഫീസേഴ്സ്, അതായത് രഥത്തിൻ്റെ പ്രവരന്മാർ, രഥത്തിലുള്ള ചോയ്സസ്റ്റ് ആയിട്ടുള്ള ഓഫീസേഴ്സ്, പ്രവരന്മാർ, വലിയ ആൾക്കാർ. പ്രവരന്മാർ പറഞ്ഞാൽ പ്രശേഷണ വരമുള്ളവർ എന്ന് പറഞ്ഞാൽ വലിയ ശ്രേഷ്ഠരായിട്ടുള്ള വലിയ ചോയ്സസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, രഥത്തിലുള്ളവർ, ചോയ്സസ്റ്റ് ഓഫീസേഴ്സ് ചെങ്കടലിൽ മുങ്ങിപ്പോയി എന്നൊക്കെ അവർ പാടുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ താഴെയുള്ള ആ പാട്ടും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ അന്തിമോചന പുസ്തകത്തിൽ വായിച്ചതുപോലെ ഇത് ക്രിസ്തുവും അവൻ്റെ ശക്തികളുമൊക്കെ ഹെർമോദോൻ യുദ്ധത്തിൽ, അന്തിമ യുദ്ധത്തിൽ ഇതുപോലെ കർത്താവിനെതിരായിട്ട് വരുമ്പോൾ അവരെല്ലാം മരണത്തിന് അധീനരായി പോകുന്ന ഒരു കാര്യമൊക്കെ നമ്മളവിടെ വായിക്കുന്നത്. വെളിപാട് 6-ാം അധ്യായത്തിൽ ഇത് ക്രിസ്തുവിനെയും ഈ കുതിരപ്പുറത്ത് വരുന്ന ഒരു ആളായിട്ട്, വെള്ളക്കുതിരയുടെ മേൽ കയറി സഞ്ചരിക്കുന്നവനായിട്ട് ഇത് ക്രിസ്തുവിനെ കാണുന്ന കാര്യമൊക്കെ നമ്മളത് വെളിപാട് 6-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. പിന്നീട് പിന്നെ ഒലിവുമലയിൽ കർത്താവിൻ്റെ കാൽ വന്ന് പതിക്കുന്നതും കാൽ കുത്തുന്നതും കർത്താവിൻ്റെ 2-ാമത്തെ വരവെങ്കിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ
അതെ. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്താ, ഇതിൽ നിന്ന് വായിച്ച കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പം മോശ ഇസ്രായേൽ മക്കളും കൂടെ അവരായിട്ട് എന്തോ സ്വന്തം ശക്തിയിൽ യുദ്ധം ചെയ്ത് ഓരോ മിസ്രൈമുകാരെയായിട്ട് കൊന്നൊടുക്കുന്നതല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ് നമ്മളവിടെ വായിക്കുന്നത്. മോശ കൈ ഉയർത്തി ചെങ്കടലുണ്ടായിരുന്ന പിളർന്ന് പിന്നെയും കൈ ഉയർത്തി ഈ വെള്ളമെല്ലാം കൂടെ വന്നു. അപ്പം ദൈവമാണ് അത് ചെയ്തത്. അപ്പോൾ ഇന്നും നമ്മളും നമ്മളുടെ ജയങ്ങൾ എങ്ങനെയാണ്, സാത്താനെ നമ്മൾ ജയിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ അമ്പും വില്ലും എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ വാളും രഥവും എടുത്തുകൊണ്ട് പോവുകയാണോ? സാത്താൻ ഓൾറെഡി തോൽപ്പിക്കപ്പെട്ട ശത്രുവാണ്. നമ്മൾ നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ടും താഴ്ത്തി ഒരു പട്ടപ്പൂജയുമായിട്ട് കർത്താവിന് മുമ്പാകെ നമ്മളെ തന്നെ ജീവനുള്ള യാഗമായിട്ട് അങ്ങ് സമർപ്പിച്ചാൽ മതി. ആത്മാവിനെ നിറയപ്പെട്ടാൽ മതി. ആത്മാവിനെ നിറയപ്പെടുമ്പം ആ പരിശുദ്ധാത്മാവ് നമ്മളുടെ ഹൃദയത്തിൽ ആ സമാധാനം കൊണ്ട് നിറയ്ക്കും. ആ സമാധാനത്തിന് ദൈവം സാത്താനെ കാൽക്കീഴിൽ വേഗം നമ്മുടെ കാൽക്കീഴിൽ ചതച്ചരിക്കും എന്നൊക്കെ നമ്മൾ റോമർ 16:20 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പം ഇന്നും നമ്മൾ സാത്താനെയും പാപങ്ങളത്തെയും എല്ലാം ജയിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്വന്തം ശക്തിയിലല്ല, മറിച്ച് നമ്മൾ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞ ആ എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ആ ശക്തിയാലെയാണ് നമ്മൾ പാപത്തെ ജയിക്കുന്നതും പ്രലോഭനങ്ങളെ ജയിക്കുന്നതും പ്രതിസന്ധികളെയും അതുപോലെയുള്ള പല പ്രയാസങ്ങളെയൊക്കെ നമ്മൾ അവിടെ ജയിക്കുന്നത്. വി ക്യാൻ സ്റ്റാൻഡ് സ്റ്റിൽ. കർത്താവ് നമുക്കെതിരായിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരോ അല്ലെങ്കിൽ വേറെ പല പല കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളായിട്ട് എന്തോ പൊരുതുകയില്ല, നമ്മളായിട്ട് ആരെയും പ്രതികാരം വീട്ടും കാര്യങ്ങളും ഇല്ല, മറിച്ച് നമ്മൾ പ്രതികാരം കർത്താവിനുള്ളതാണ്. കർത്താവ് അവരോട് ക്ഷമിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. എന്നാൽ കർത്താവിൻ്റെ നീതിയിൽ കർത്താവ് പല കാര്യങ്ങളും ചെയ്യുന്നു. നമ്മൾ മിണ്ടാതെ നിന്ന് ദൈവം എന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് സങ്കീർത്തനം 46:10 നമ്മൾ വായിക്കുന്നത് പോലെ, ഈവൻ ഇതേയും പുറപ്പാട് പുസ്തകം 15 നമ്മളിപ്പം വിരലുള്ളപ്പം അതിൻ്റെ 14 അധ്യായത്തിൻ്റെ 15 വാക്യം എന്താ, നമ്മൾ 14 തന്നെ നമ്മളെന്താ വായിക്കുന്നത്? 14 പുറപ്പാട് 14 ഓർക്കാൻ എളുപ്പം. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിക്കുവിൻ എന്ന് പറഞ്ഞു. ദ ലോർഡ് വിൽ ഫൈറ്റ് ഫോർ യു വൈൽ യു കീപ് സൈലന്റ്. നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഇംഗ്ലീഷിലെ പരിഭാഷ കുറച്ചുകൂടെ കുറച്ച് അങ്ങനെ പരിഭാഷപ്പെടുത്തുകയാണെങ്കിൽ, നമ്മൾ മിണ്ടാതിരിക്കുമ്പോഴാണ് നമ്മുടെ ജഡത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സ്വയത്തിൽ നിന്നൊക്കെ ചെയ്യുമ്പോൾ ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ നമ്മളങ്ങ് മിണ്ടാതെ കർത്താവ് സ്വസ്ഥമായിട്ടായിരിക്കുമ്പം ദൈവത്തിന് ആത്മാവ് നമ്മളിലൊന്നും പറഞ്ഞ് നമ്മുടെ സമാധാനത്തോടെ സ്വസ്ഥതയോടെ ആയിരുന്ന സാത്താനെ കാൽ കീഴിൽ ചവിട്ടി അരയ്ക്കും. കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നമ്മളുടെ യുദ്ധം ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഒക്കെയാണ്. ജഡരക്തങ്ങളോട് നമ്മൾ യുദ്ധം ചെയ്യാനോ തർക്കിക്കാനോ വാദിക്കാനോ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് നമ്മൾ പോകേണ്ട കാര്യങ്ങളില്ല എന്നൊക്കെ എഫീസർ 6:12 വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യം. പിന്നെ നമ്മൾ ഡിട്രോണമി ആവർത്തന പുസ്തകം 31 അധ്യായത്തിൻ്റെ അവസാനം മുതൽ നമ്മൾ ഈ ഒരു മോശയുടെ 2ാമത്തെ പാട്ട് നമ്മളവിടെ കാണുന്നുണ്ട്. ആവർത്തന പുസ്തകം 31 അധ്യായത്തിൻ്റെ 30 വാക്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസാനത്തെ വാക്യമാണ്. അങ്ങനെ മോശ ഇസ്രായേലിൻ്റെ സർവ്വസഭ എന്നുള്ള വാക്ക് അവിടെ അസംബ്ലി എന്ന ഉള്ളത് ഒരു ഇക്ലേസ്യ എന്നുള്ള അർത്ഥത്തിലുള്ള ആ ഒരു സഭ എന്നുള്ള വാക്ക് അല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പഴയ നിയമത്തിൽ അസംബ്ലി എന്നുള്ള വാക്കാണ് അത് നമ്മുടെ മലയാള പുസ്തകത്തിൽ സഭ എന്നുള്ള വാക്കായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. മോശ ഇസ്രായേലിൻ്റെ സർവ്വസഭയെയും ഈ പാട്ടിൻ്റെ വചനങ്ങളൊക്കെയും ചൊല്ലി കേൾപ്പിച്ചു എന്ന് പറഞ്ഞ് അവിടെ ഒരു ആകാശമേ ചെവി തരിക, ഞാൻ സംസാരിക്കും, ഭൂമി എൻ്റെ വാക്കുകളെ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് മോശയുടെ 2ാമത്തെ പാട്ട് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അവിടെ ആ പാട്ടിലും ഉള്ള ഒരു മേജറായിട്ടുള്ളൊരു കാര്യം, ആ പാട്ട് നമ്മൾ വായിക്കാൻ വളരെ സന്തോഷമുള്ള നല്ലൊരു പാട്ടാണ്. അതിൻ്റെ 3-4 വാക്യങ്ങൾ എന്ന് വായിക്കാൻ, ഞാൻ യഹോവയുടെ നാമം ഘോഷിക്കും. അതായത് ആവർത്തന പുസ്തകം ഡിട്രോണമി ആവർത്തന പുസ്തകം 32:3-4 ഞാൻ യഹോവയുടെ നാമം ഘോഷിക്കും, നമ്മുടെ ദൈവത്തിന് മഹത്വം കൊടുപ്പിൻ, അവൻ പാറ. കർത്താവ് ആരാണ്? കർത്താവ് യുഗങ്ങളുടെ പാറയാണെന്ന് 1 കൊരിന്ത്യർ 10:3 നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ പാറ, അവൻ്റെ പ്രവൃത്തി അത്യുത്തമം, അവൻ്റെ വഴികൾ ഒക്കെയും ന്യായം, അവൻ വിശ്വസ്തതയുള്ള ദൈവം, വ്യാജമില്ലാത്തവൻ, നീതിയും നേരുമുള്ളവൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ താഴോട്ട് അതുപോലെ ഉള്ള ആ ഒരു ദൈവത്തെ സ്തുതിക്കുന്ന ആ ഒരു മോശയുടെ ആ ഒരു വാക്കുകൾ നമ്മളവിടെ കാണുന്നുണ്ട്. ഈവൻ 10ാമത്തെ വാക്യത്തിൽ അതിൻ്റെ താൻ അവനെ മരുഭൂമിയിലും ഒളി കേൾക്കുന്ന ശൂന്യപ്രദേശത്തിലും കണ്ടു, അവനെ ചുറ്റി പരിപാലിച്ച് കൺമണി പോലെ അവനെ സൂക്ഷിച്ചു. ഹി ഗാർഡഡ് ഹിം ആസ് ദ പ്യൂപ്പിൾ ഓഫ് ഹിസ് ഐ. കർത്താവ് നമ്മുടെ കൺമണി പോലെ എത്രമാത്രം എന്തെല്ലാം ആത്മീയമായിട്ടുള്ള ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഭൗതികമായിട്ടുള്ള ആപത്തനർത്ഥങ്ങളിൽ നിന്നെല്ലാം കർത്താവ് നമ്മളെ രക്ഷിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ വായിക്കുന്നത്? 11ാമത്തെ വാക്യം, കഴുകൻ തൻ്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ. നമ്മൾ ആ പാട്ടിൽ പാടുന്ന പോലെ കൂടിളക്കി പറക്കുവാനാണ് നമ്മെ ശീലിപ്പിച്ചു. അത് എവിടുന്നാണ് വരുന്നത്? ആവർത്തന പുസ്തകം 32:11 കഴുകൻ തൻ്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ തൻ്റെ ചിറക് വിരിച്ച് അവനെ എടുത്ത് തൻ്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു
നമ്മളെ പറക്കാൻ ശീലിപ്പിക്കേണ്ടതിനായിട്ട് കൂടൊക്കെ ഒന്ന് ഇളക്കി, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചിറകുമേലെ അങ്ങ് വഹിച്ചു നമ്മെ. ആ ഒരു കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നത്. യഹോവ തനിയെ അവനെ നടത്തി, അവനോടുകൂടി അന്യദൈവം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് 18-ാമത്തെ വാക്യം, നിന്നെ ജനിപ്പിച്ച പാറയെ നീ വിസ്മരിച്ച് നിന്നെ ഉൽപ്പാദിച്ച ദൈവത്തെ മറന്നു കളഞ്ഞു എന്നൊക്കെയുള്ളൊരു കാര്യമൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ 21-ാമത്തെ വാക്യത്തിൽ, ദൈവമല്ലാത്തതിനെ കൊണ്ട് എനിക്ക് എരിവ് വരുത്തി, മിഥ്യാമൂർത്തികളാൽ എന്നെ മുഷിപ്പിച്ചു, ഞാനും ജനമല്ലാത്തവരെ കൊണ്ട് അവർക്ക് എരിവ് വരുത്തും എന്നുള്ള കാര്യം, അങ്ങനെയൊക്കെ ഒരു തീക്ഷ്ണതയുള്ള വാക്യങ്ങൾ. പിന്നെ 34-ാമത്തെ വാക്യം, 35-ാമത്തെ വാക്യമാണ് റോമർ 12:19 പൗലോസ് കോട്ട് ചെയ്യുന്നത്. ഈ മോശയുടെ പാട്ടിൽ നിന്നാണ് പൗലോസ് അവിടെ റോമർ 12:19 പ്രതികാരത്തെക്കുറിച്ച് പറയുമ്പോൾ 35-ാമത്തെ വാക്യം, അവരുടെ കാൽ വഴുതും കാലത്തേക്ക് പ്രതികാരവും പ്രതിഫലവും എൻ്റെ പക്കലുണ്ട്. വെഞ്ചൻസ് ഇസ് മൈൻ, പ്രതിഫലവും റിട്രിബ്യൂഷൻ ഓൾസോ. വെഞ്ചൻസ് ഇസ് മൈൻ ആൻഡ് റിട്രിബ്യൂഷൻ, ഇൻ ഡ്യൂ ടൈം ദെയർ ഫുട്ട് വിൽ സ്ലിപ്പ്. അപ്പം പ്രതികാരവും പ്രതിഫലവും ഒക്കെ കർത്താവിൻ്റെ കാര്യങ്ങളിലുള്ള പ്രതികാരം നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. നമ്മളെല്ലാവരോടും ക്ഷമിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും, കർത്താവ് അവരോട് ക്ഷമിക്കണമേ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും അല്ലെങ്കിൽ പ്രയാസപ്പെടുത്തി നമുക്ക് തോന്നുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും നമ്മൾ ക്ഷമിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് നന്മ ചെയ്യുക. എന്ന പ്രതികാരം ആരെടുത്തോളൂ? അത് ദൈവത്തിനുള്ളതാണ്. ഈ അലക്സാണ്ടർ എന്ന് പറഞ്ഞ ചെമ്പ് പണിക്കാരനെ വളരെ ഹാം ചെയ്തു എന്നാൽ അവന് ദൈവത്തോട് പൗലോസിന് അവനോട് ക്ഷമിക്കണമെന്നേ ഉള്ളൂ. എന്ന് ദൈവത്തിൻ്റെ നീതിയിൽ അവന് വേണ്ടുന്ന ദൈവം ചെയ്തോളും, ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് 2 തിമോത്തിയോസ് 4-ാം അധ്യായം, അതായത് പൗലോസിൻ്റെ അവസാനത്തെ ലേഖനത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിൽ പൗലോസ് അവിടെ 2 തിമോത്തിയോസ് 4:14 വാക്യത്തിലൊക്കെ പറയുന്ന കാര്യം നമുക്കറിയാം. ആ ഒരു പ്രതികാരം ഇപ്പം ഇത് ക്രിസ്തു സൈന്യങ്ങളുടെ മേലെ നമ്മളായിട്ട് എന്തെങ്കിലും പ്രതികാരം ചെയ്യുമല്ല, ദൈവം കാര്യങ്ങളെല്ലാം ചെയ്തോളും. നമ്മൾ മിണ്ടാതിരുന്ന് ദൈവം എന്നറിഞ്ഞ് ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തോളും. ആ ഒരു കാര്യം. അപ്പം പുറപ്പാട് 15-ലും ആ ഒരു കുതിരയുടെ മേലെ ഉള്ളവനെയൊക്കെ ദൈവമാണ് ചെങ്കടൽ അത് മുങ്ങിക്കളയുവാനാക്കിയത്. അതുപോലെ ദൈവം തന്നെ ഇതും ചെയ്തോളും. ഇവിടെയും ആ ഒരു പ്രതികാരത്തിൻ്റെ കാര്യം അതെല്ലാം ദൈവത്തിനുള്ളത് എൻ്റെ പക്കലുണ്ട്. അവരുടെ അനർത്ഥ ദിവസം അടുത്തിരിക്കുന്നു, അവർക്ക് ഭവിക്കാനുള്ളത് ബന്ധപ്പെടുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മളോട് വായിക്കുന്നുണ്ട്. പിന്നെ ഇതേ 32-ാം അധ്യായത്തിൻ്റെ 39-ാമത്തെ വാക്യത്തിൽ, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനല്ലാതെ ദൈവമില്ല എന്ന് ഇപ്പോൾ കണ്ടുകൊള്ളുവിൻ. ഞാൻ കൊല്ലുന്നു, ഞാൻ ജീവിപ്പിക്കുന്നു, ഞാൻ തകർക്കുന്നു, ഞാൻ സൗഖ്യമാക്കുന്നു, എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവനില്ല. ഞാൻ ആകാശത്തേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നത് നിത്യനായിരിക്കുന്ന എന്നാണ് എന്നൊക്കെ പറഞ്ഞുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ 42-43 വാക്യങ്ങളാണ് സാഗ്വേർ അന്തിമവിജയം പുസ്തകത്തിൽ കോട്ട് ചെയ്തേക്ക് നമ്മളിപ്പം വായിച്ചത്. എന്തൊക്കെയാണ് വായിച്ചത്? ഹതന്മാരുടെയും ബദ്ധന്മാരുടെയും എന്നുള്ളൊരു കാര്യം നമ്മളിപ്പം വായിച്ചു. അതായത് 32-ാം അധ്യായത്തിൻ്റെ 42-43 വാക്യങ്ങൾ, ഹതന്മാരുടെയും ബദ്ധന്മാരുടെയും രക്തത്താലും ശത്രുനായകന്മാരുടെ ശിരസിൽ നിന്ന് ഒലിക്കുന്നതിനാലും ഞാൻ എൻ്റെ അസ്ത്രങ്ങളെ ലഹരിപ്പിക്കും, എൻ്റെ വാൾ മാംസം തിന്നുകയും ചെയ്യും. ജാതികളെ, 43-ാമത്തെ വാക്യം നമ്മളിപ്പം വായിച്ചു കേട്ടു. ജാതികളെ അവൻ്റെ ജനത്തോടുകൂടി ഉല്ലസിക്കുവിൻ, അവൻ സ്വദാസന്മാരുടെ രക്തത്തിന് പ്രതികാരം ചെയ്യും, തൻ്റെ ശത്രുക്കളോട് അവൻ പകരം വീട്ടും, തൻ്റെ ദേശത്തിനും ജനത്തിനും പാപപരിഹാരം വരുത്തും എന്നുള്ളൊരു കാര്യമാണ് ആ 42-43 വാക്യങ്ങളിൽ നമ്മളവിടെ വായിക്കുന്നത്. അപ്പം ദൈവമാണ് പ്രതികാരം ചെയ്യുന്നത്. നമ്മൾ ആരുടെയും മേലെ വഴക്കിനോ വക്കാണത്തിനോ നമ്മൾ പോകുന്നില്ല. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരെ അനുഗ്രഹിക്കുന്നു. ദൈവം എല്ലാം കർത്താവിൻ്റെ ഈ ഓവർകമേഴ്സ് നമ്മളിപ്പം വായിച്ചത് എന്താ? കർത്താവിൻ്റെ വഴിയെല്ലാം തികവുള്ളത് എന്ന ഓവർകമേഴ്സ് ജയിച്ചവർ പാടിയതായിട്ട് നമ്മൾ കാണുന്നത്. നമ്മൾ സുവിശേഷങ്ങളിൽ അങ്ങനെ ഒരു വാക്യം വായിക്കുന്ന പലർക്കും അറിയായിരിക്കും. മർക്കോസ് 7:37, യോഹന്നാൻ 7:37 നമുക്കറിയാം, ദാഹിക്കുന്നവനെ എൻ്റെ അടുക്കൽ വരുമെന്നാണ്. മർക്കോസ് 7:37 എന്താ നമ്മൾ വായിക്കുന്നത്? മർക്കോസ് 7-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം, അവൻ സകലവും നന്നായി ചെയ്തു, ഹി ഹാസ് ഡൺ ഓൾ തിങ്സ് വെൽ, ചെകിടരെ കേൾക്കുമാറാക്കുന്നു, ഉമരെ സംസാരിക്കുമാറാക്കുന്നു എന്ന് പറഞ്ഞ് അത്യന്തം വിസ്മയിച്ചു എന്നുള്ളൊരു കാര്യമാണ് നമ്മളവിടെ വായിക്കുന്നത്. അവിടെ കർത്താവിനെ പിൻപറ്റിയവർ അത്യന്തം വിസ്മയിച്ചുകൊണ്ട് പറഞ്ഞത് എന്താ? ഹി ഹാസ് ഡൺ ഓൾ തിങ്സ് വെൽ. അത് ജയിക്കുന്നവരും പറയുന്നൊരു കാര്യം. അന്ന് കർത്താവ് വലിയ അത്ഭുതങ്ങളൊക്കെ ചെയ്തപ്പം അവരങ്ങനെ പറഞ്ഞു. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അക്ഷരികമായിട്ടുള്ള ഭൗതിക അത്ഭുതങ്ങളെക്കാൾ ഉപരിയുള്ള ദൈവത്തിൻ്റെ ആത്മീയമായിട്ടുള്ള വിടുതലുകളും ദൈവത്തിൻ്റെ പ്രവൃത്തികളും ഭൗതിക അത്ഭുതങ്ങൾ ചെയ്യാനും ദൈവം മതിയായവനാണ്. അതെല്ലാം ദൈവത്തിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള പല അത്ഭുതങ്ങളും പല പ്രാർത്ഥനകളുടെ ഉത്തരവൊക്കെ കാണുമ്പം
കർത്താവ് എല്ലാം ലോഡ് യുവർ വേസ് ആർ പെർഫെക്റ്റ് എന്നുള്ളൊരു കാര്യം നമ്മൾ വചനത്തിലുടനീളം കാണുന്നത്. അപ്പം നമ്മൾ ആ വെളിപാട് 15-3-4 വാക്യങ്ങൾ നമ്മൾ വായിച്ചു. അത് നമ്മുടെ മാംസപ്പലകമേൽ, ഹൃദയത്തിൻ്റെ മാംസപ്പലകമേൽ കർത്താവ് എഴുതുമാറാക്കണം. നമ്മൾ അന്ന് നമ്മളത് പാടണമെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ പാടുന്നവരായിരിക്കണം. ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ പാട്ട്, കർത്താവിൻ്റെ ദാസൻ എന്ന് പറയുമ്പോൾ അത് ആ കാര്യങ്ങളൊക്കെ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചായിരുന്നു. പിന്നെ സർവ്വശക്തിയുള്ള ദൈവമായ കർത്താവേ, നിൻ്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതം, ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച്, ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ച്, പ്രവൃത്തികൾ വലുതും അത്ഭുതമായവ, നിൻ്റെ വഴികൾ നീതിയും സത്യവുമുള്ളവ. പ്രവൃത്തികളെക്കുറിച്ച് പറയുമ്പോൾ സർവ്വശക്തിയുള്ള ദൈവമായ കർത്താവെ എന്ന് വിളിക്കുന്നു. വഴികളെക്കുറിച്ച് പറയുമ്പോൾ സർവ്വജാതികളുടെയും രാജാവേ എന്ന് പറയുന്നു. എല്ലാവരുടെയും മേലുള്ള ദൈവത്തിൻ്റെ അധികാരവും ദൈവത്തിൻ്റെ സർവ്വശക്തിയും. ഇത്ര വലിയവനായ ദൈവം, ആ കർത്താവിനെ ആര് ഭയപ്പെടാതെയും മഹത്വപ്പെടാതെയും ഇരിക്കും. 4-ാമത്തെ വാക്യം വെളിപാട് 15-4 നീയല്ലോ ഏകപരിശുദ്ധൻ, പിന്നെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ സകല ജാതികളും വന്ന് തിരുസന്നിധിയിൽ നമസ്കരിക്കും എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ 5 മുതലുള്ള വാക്യങ്ങൾ, 5-6 വാക്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് തുടർന്ന് ചിന്തിക്കാവില്ല. നമുക്ക് പ്രാർത്ഥിക്കാൻ, കർത്താവിലേക്ക് നോക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, അതെ കർത്താവേ, അവിടുത്തെ തിരുവചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇപ്പോഴും ആ തീ കലർന്ന പളങ്കുകടൽ മീതെ നിൽക്കുവാൻ കർത്താവേ, അങ്ങനെ അങ്ങയുടെ വീണകൾ മീട്ടി പാട്ട് പാടുന്നവരായിട്ട്, ഹൃദയത്തിൽ അങ്ങേക്ക് സങ്കീർത്തനം പാടുന്നവരായിട്ട്, ഇപ്പോഴും ആത്മാവിനാൽ നിറഞ്ഞ് കർത്താവ് ഹൃദയത്തിൽ അങ്ങേക്ക് കീർത്തനം പാടുന്നവരാക്കി ഞങ്ങൾ ഓരോരുത്തരും തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ 144,000 പേരാണല്ലോ, അവരാണല്ലോ കർത്താവേ ജയിച്ചവരായിട്ട്, ഇത് ക്രിസ്തുവിൻ്റെ ആത്മാവിനെ കാലാകാലങ്ങളായിട്ട് ജയിച്ചവരായിട്ട്, അവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പാകെ നിന്ന് പാടുന്നവരായിട്ട് കർത്താവേ, അതിൽ ഞങ്ങളും കാണപ്പെടുവാനിടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങനെ കാണപ്പെടാതായി പോകുമോ എന്നുള്ളൊരു ആരോഗ്യകരമായൊരു ഭയം കർത്താവേ, ആ പരിശുദ്ധാത്മാവ് തരുന്ന ആ ദൈവഭയം ഞങ്ങളിലും ഉണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്വസ്ഥതയ്ക്കായിട്ടുള്ളൊരു വാഗ്ദത്തം ഉണ്ടായിരിക്കുക, അതിൽ പ്രവേശിക്കാതെ ആരെങ്കിലും പോയി പോകുമോ എന്നുള്ളൊരു ഭയത്തെക്കുറിച്ച് ഞങ്ങൾ എബ്രായർ 4:1 വായിക്കുന്നത് പോലെ കർത്താവേ, എപ്പോഴും ആ സ്വസ്ഥതയിൽ തന്നെ ആയിരിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. തീക്ഷ്ണതയോടെ, സ്വസ്ഥതയോടെ, തീ കലർന്ന പളങ്കുകടലിൻ്റെ മീതെ കർത്താവേ, അങ്ങ് ഓരോ കാര്യങ്ങളെയും നോക്കി കണ്ടതുപോലെ, പ്രതികരിച്ചതുപോലെയൊക്കെ പ്രതികരിക്കുവാനും ഒക്കെ ഞങ്ങളെ സഹായിക്കണം. കർത്താവേ, അവിടുത്തെ വഴികൾ ഏറ്റവും തികവുള്ളതാണെന്ന് എപ്പോഴും കാണുവാൻ, പലപ്പോഴും ഞങ്ങൾ വിചാരിക്കാത്ത രീതിയിലുള്ള പല കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും കർത്താവേ, ആ സമയത്തും അവിടുത്തെ വഴികൾ നീതിയും സത്യവും ഉള്ളവയെന്ന് പറയുവാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവെ, പല പ്രവൃത്തികളും കാര്യങ്ങളുമൊക്കെ പല കാര്യങ്ങളൊക്കെ നടക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പലതും ഞങ്ങൾക്ക് പലപ്പോഴും കർത്താവ് ഇപ്പം ഗ്രഹിക്കാനോ ഡൈജസ്റ്റ് ചെയ്യാനോ ദഹിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളുള്ളപ്പോഴും അവിടുത്തെ പ്രവൃത്തികൾ വലുതും അത്ഭുതമായോ എന്ന് പറയുവാൻ, വിശ്വാസത്താൽ പറയുവാൻ ഞങ്ങളെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചെങ്കടൽ കടന്നിട്ട് ഇസ്രായേൽ മക്കൾ പാടി എന്ന കർത്താവെ, ചെങ്കടൽ കടക്കുന്നതിന് മുമ്പ് തന്നെ വിശ്വാസത്താൽ പാടുന്നവരായിട്ട് കർത്താവെ ഞങ്ങളെ ആക്കി തീർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ലോകജീവിതത്തിൽ കർത്താവെ, ഞങ്ങൾ കലങ്ങി മറിയുന്ന കടൽ പോലെ ആകാതെ സ്വസ്ഥതയുള്ള പളങ്കുകടലിന് മീതെ നിൽപ്പാൻ ഓരോരുത്തരെയും ഞങ്ങളെ സഹായിക്കണം. അവിടുത്തെ ആത്മാവിനുള്ളതിനായിട്ട് ഞങ്ങൾ നിറയ്ക്കണം. അതിനായിട്ട് ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ അവിടുത്തെ വലിയ സ്വസ്ഥതയോടെ, സമാധാനത്തോടെ, തീക്ഷ്ണതയോടെ, എരിവോടെ കർത്താവെ ആയിരിക്കാൻ, അങ്ങേ പാടി മഹത്വപ്പെടുത്തുന്നവരായിരിക്കാൻ, കർത്താവ് ഹൃദയത്തിൽ നിന്ന് എപ്പോഴും അങ്ങേക്കൊരു പാട്ടും സ്തുതിയും ആരാധനയുള്ളവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പരാതിയുടെയും വെറുവെറുപ്പിൻ്റെയും അപസ്വരങ്ങളെല്ലാം മാറി കർത്താവെ ഇപ്പോഴും ആ ഒരു നന്ദിയോടെ, സ്നേഹത്തോടെ, സ്തോത്രത്തോടായിരിക്കാൻ കർത്താവ് ഞങ്ങൾ ഓരോരുത്തരെയും സഹായിച്ചാട്ടെ. നന്ദി കർത്താവെ, നന്ദി. പ്രാർത്ഥന കേട്ടത് നിങ്ങൾക്ക് സ്തുതിക്കുന്നു. എല്ലാം യേശു കർത്താവിൻ്റെ വിലയേറിയ മാധുര്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.